ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഞങ്ങൾ എങ്ങനെ തോറ്റു എന്നതിൽ പാർട്ടി സെക്രട്ടറിയിൽ നിന്നും കിട്ടിയ മറുപടിയിൽ വ്യക്തതയുണ്ടോ? കപ്പൽ മുങ്ങുന്നില്ല, അടിത്തറ ഭദ്രം എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ 7 നേടിയതാണ് ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് ഒന്നുകൂടി വിപുലപ്പെട്ട് BJPയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പാനന്തര വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി. തലസ്ഥാനത്ത് BJP വിജയിച്ച 41 വാർഡുകളിൽ കോൺഗ്രസ് 3ാമത് എന്നതാണ് കണ്ടെത്തിയ ഒരു കാരണം. പക്ഷേ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ BJPക്ക് വലിയ നേട്ടമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്നോ ഇല്ലെന്നോ പറയാഞ്ഞ പാർട്ടി സെക്രട്ടറി പക്ഷേ പത്മകുമാർ ജില്ലാ കമ്മിറ്റിയിൽ തൽക്കാലം തുടരുമെന്നതിൽ വ്യക്തത വരുത്തുന്നു. ഒരു വിഭാഗവും അകന്നിട്ടില്ല എന്ന അവകാശവാദങ്ങൾക്കിടെയാണ് പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിനുകൾക്കിടെ ന്യൂനപക്ഷം അകന്നതിനെക്കുറിച്ചുള്ള തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇടത് ഹിന്ദുത്വ ആഖ്യാനം തിരിച്ചടിയായെന്ന ഐസക് വിലയിരുത്തുമ്പോൾ അതെന്താ സംഭവമെന്ന് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് ചോദിക്കുന്നു. 80 നിയമസഭാ മണ്ഡലങ്ങളിലെ UDF വിജയം അത്ര വലിയ വിജയമല്ല എന്ന് പാർട്ടി സെക്രട്ടറി വിലയിരുത്തുന്നു. വെള്ളാപ്പള്ളിയുടെ വർഗീയ നാവ് തിരിച്ചടിയായോ എന്ന ചോദ്യത്തിനും ശക്തമായ മറുപടിയില്ല. മതബോധത്തോടും ജാതീയതയോടും അകലം പാലിച്ചില്ല എന്ന് വിമർശിക്കുന്ന CPI ആത്മപരിശോധന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാഠം പഠിച്ചോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPIഎമ്മിൽ നിന്നും A റഹീം MP ആണ്, കോൺഗ്രസിൽ നിന്നും രാജു P നായർ, രാഷ്ട്രീയ നിരീക്ഷകരായി ഡോക്ടർ മോഹൻ വർഗീസും ശ്രീ NP ചെക്കുട്ടിയുമുണ്ട്. ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ രാജു P നായർ, MV ഗോവിന്ദന്റെ പാർട്ടി സെക്രട്ടറി CPM പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം അങ്ങും കണ്ടിരിക്കുമെന്ന് കരുതുകയാണ്. ഒരു സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് തലസ്ഥാനത്ത്, പ്രത്യേകിച്ച് നിങ്ങളും BJPയും തമ്മിൽ. അതിൻ്റെ ഉദാഹരണമായി 41 BJP നേട്ടമുണ്ടാക്കി, 41 നിങ്ങൾ 3ാമതാണ് എന്നതാണ്. അതിലും 1000-ൽ താഴെ വോട്ടുകളാണെന്നുള്ളതാണ് പ്രധാന കാരണമായി പറയുന്നത്. ആദ്യം നിങ്ങൾ തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ചുള്ള ആരോപണത്തിലുള്ള മറുപടിയിൽ തുടങ്ങാമെന്ന് തോന്നുന്നു. അല്ല, ഇങ്ങനെ ഓരോന്നിനും മറുപടി ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം CPMനെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പ് അവർ തോറ്റിട്ടില്ല. തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് പറയുന്നത്, അവർ തോറ്റു എന്ന് പറയുന്നത് നമ്മളൊക്കെയാണ്. CPM അത് തോറ്റിട്ടൊന്നുമില്ല. പലരും ഇങ്ങനെ ഈ സുഖമില്ലാത്തവർ, അല്ലാതെ അസുഖമുള്ളവരൊക്കെ അവരുടെ അസുഖമില്ല എന്ന് ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി പറയും. അത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ ആരോഗ്യത്തിന് ആത്മവിശ്വാസം ഇനിയും അവർക്കുണ്ടാവുന്നത് നല്ല കാര്യമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് അവർ പരാജയപ്പെട്ടതൊന്നും അംഗീകരിക്കില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ പുതിയ കണക്കുകളൊക്കെ പുറത്ത് മാധ്യമങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കാണുമ്പോൾ, ജില്ലാ പഞ്ചായത്തിലെയും കോർപ്പറേഷനിലെയും മുനിസിപ്പാലിറ്റിയുടെയും കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ UDF ഏകദേശം 41% UDF നിൽക്കുകയാണ്. CPM ഏകദേശം 35% നിൽക്കുന്നു. അതുപോലെ തന്നെ BJP 16% നിൽക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരട്ടെ. നമ്മളുടെ ഒരു ഭയം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായിരുന്നത്, ഈ CPM നടത്തുന്ന BJPയുടെ പ്രീണനത്തിന് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ അത് എത്രമാത്രം BJPയെ സഹായിക്കുമെന്നുള്ളതായിരുന്നു വ്യക്തിപരമായിട്ട് എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലൊക്കെ ക്രിസ്തീയ സമൂഹത്തിനകത്ത് ഈ മുനമ്പം വിഷയമൊക്കെ ആളിക്കത്തിക്കാൻ പിണറായി വിജയൻ അവസരം ഉണ്ടാക്കിക്കൊണ്ട് BJPക്ക് ഒരു 25% വോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ള പിണറായി വിജയന്റെ രാഷ്ട്രീയമായിരുന്നു. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഭരണവിരുദ്ധ വികാരത്തെ ഭിന്നിപ്പിക്കണമെങ്കിൽ BJPക്ക് വോട്ടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അടുത്ത ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത് BJP അമ്പേ പരാജയപ്പെട്ടു. CPM BJP ആ കൂട്ടുകെട്ട് അമ്പേ പരാജയപ്പെട്ടു തെളിയിക്കുന്നതാണ്. ഒരു തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയ കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു എഡ്ജാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലും കൊണ്ടുവന്നുകൊണ്ട് അവർ വലിയ വിജയമായിട്ട് ആഘോഷിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ 16% BJP എത്തുന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന ലോക്സഭയിൽ ഉണ്ടായിരുന്ന പെർഫോമൻസിനേക്കാൾ മോശം പെർഫോമൻസ് ആണ് BJP എന്നുള്ളത് തെളിഞ്ഞു വരികയാണ്. അപ്പോൾ വ്യക്തമായിട്ട് കേരള രാഷ്ട്രീയം UDFിലേക്ക് വളരെ ഭംഗിയായി തിരിയുന്നു എന്നുള്ളതിന്റെ സൂചനകളെല്ലാം ഉണ്ട്. പിന്നെ അതിനെ മറികടക്കാൻ, ആ ജനങ്ങളുടെ തീരുമാനത്തെ ഉണ്ടാക്കുന്ന ഭരണത്തിന്റെ ഒരു തിരിച്ചടിയെ മറികടക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പല ന്യായങ്ങൾ പറയാം. ആ ന്യായങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചാൽ നമ്മൾ മണ്ടന്മാരായി പോകും. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് വലിയ വോട്ട് ചോർച്ച CPMൽ നിന്ന് BJPയിലേക്ക് ഉണ്ടാവുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഇവർ വലിയ ഇസ്ലാമോഫോബിയ കത്തിച്ചുകൊണ്ട് കേരളത്തിൽ ആ ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് നോക്കിയത്. അതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് സാധാരണ പോലീസ് പൈലറ്റ് പോകേണ്ട പിണറായി വിജയന്
വെള്ളാപ്പള്ളി പൈലറ്റായി പോയി അവിടെ ചെന്ന് മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചത്, അദ്ദേഹത്തിന്റെ ഹിന്ദുവിലെ ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ട്. വിഴിഞ്ഞത്ത് BJPക്ക് എല്ലാ അവസരവും പറഞ്ഞാണല്ലോ. പക്ഷേ ഞങ്ങൾക്ക് 10 ലക്ഷം വോട്ടുണ്ട് എന്ന് കൂടി ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മലപ്പുറത്ത് ന്യൂനപക്ഷം ഒന്നാകെ അങ്ങ് ഒഴിവാക്കുമല്ലോ. 10 ലക്ഷം വോട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അതിൽ ഒരു മറുപടിയായി പറയുന്നത്. അല്ല, സർജറി വാസ് സക്സസ്ഫുൾ ബട്ട് പേഷ്യന്റ് ഡൈഡ്. അതാണല്ലോ 33 സീറ്റുള്ളതിൽ 33 സീറ്റും 32 സീറ്റാണെന്ന് തോന്നുന്നു പിടിച്ച, ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോ സർജറി സക്സസ്ഫുൾ ആയിരുന്നു, പേഷ്യന്റ് മരിച്ചുപോയി. അതാണിപ്പോ CPMന്റെ അവസ്ഥ. ഈ ജനവിധി എതിരായാൽ, പ്രത്യേകിച്ച് അതിന് വലിയൊരു രാഷ്ട്രീയമായ മെസ്സേജ് ഉള്ളപ്പോ അത് അംഗീകരിക്കുക, ഗ്രേസ്ഫുള്ളി അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ തെറ്റ് തിരുത്തും ഇന്നലെ പറഞ്ഞവർ ഇന്നിപ്പോ പറയുന്നത് പത്മകുമാറിനെ ഞങ്ങൾ ശിക്ഷിക്കില്ല, അവർ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ. ഇതല്ലേ തെറ്റ് തിരുത്തൽ? ഇതാണോ CPIയുടെ അഭിപ്രായം? എന്താ CPIയുടെ അഭിപ്രായം? പറയുന്നത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയം അവർക്ക്, ശബരിമല ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമായിരുന്നില്ല. ഈ സർക്കാരിന്റെ കണക്കില്ലാത്ത കൊള്ളയിൽ ഏറ്റവും അവസാനത്തെ ജനങ്ങൾക്ക് കുറെ കൂടി വൈകാരികമായി എഫക്ട് ചെയ്ത ഒന്നാണെന്ന് മാത്രമേ ഉള്ളൂ ശബരിമലയുടെ പ്രസക്തി. പക്ഷെ അത്രയും ഉണ്ടായിട്ട് പോലും ഇന്ന് അത് അവരുടെ അത് അംഗീകരിക്കാൻ, അപ്പൊ ഈ ഇതുണ്ടായതിനു ശേഷവും പത്മകുമാറിനെ സംരക്ഷിക്കുമ്പോ അത് CPMന്റെ കണ്ട കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട്. പത്മകുമാർ ഇവരെ നശിപ്പിച്ച് കളയാനുള്ള സാധനം പത്മകുമാറിന്റെ കയ്യിലുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഇടത് ഹിന്ദുത്വം എന്നുള്ള വാക്ക് ഞങ്ങൾ ഇട്ടതല്ലല്ലോ. ഇടത് ഹിന്ദുത്വം എന്ന് പറഞ്ഞ വാക്ക് ഇപ്പൊ കോയിൻ ചെയ്തിരിക്കുന്ന ആരാ? CPM ഇങ്ങനത്തെ കുറെ പേരുകൾ BJPക്ക് സമ്മാനിക്കും. അങ്ങനെയാണ് VS അച്യുതാനന്ദൻ ഒരു കാലത്ത് ഈ ലവ് ജിഹാദ് സമ്മാനിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞ പോലെ പുതിയ ആഖ്യാനം കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഇടത് ഹിന്ദുത്വം ഒന്നുമില്ല, ഹിന്ദുത്വവാദം മാത്രമേ ഉള്ളൂ. ആ ഹിന്ദുത്വവാദത്തിലേക്ക് പരീക്ഷിക്കുമ്പോൾ അത് ഇടത് ഹിന്ദുത്വമാകും. അതേപോലെ തോമസ് ഐസക് പോലും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഇടത് ഹിന്ദുത്വ വ്യാഖ്യാനങ്ങൾ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സ്മൃതി, ഞാൻ ഈ മൃദു ഹിന്ദുത്വം എന്നുള്ളൊരു വാക്കിന് എതിരായിട്ട് നിൽക്കുന്ന ആളാണ്. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുവായിട്ടുള്ള ഒന്നുമല്ല, മറിച്ച് അപരമത വിദ്വേഷവും വെറുപ്പും ആക്രമണോത്സുകയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. ആ ആക്രമണോത്സവം, അപരമത വിദ്വേഷവും വെറുപ്പും അതിനൊരു മൃദു നിലപാടില്ല, അതൊറ്റ നിലപാടേ ഉള്ളൂ. അത് ഹിന്ദുത്വം എന്ന് പറയുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ആ വെറുപ്പിന്റെ രാഷ്ട്രീയം CPM പരീക്ഷിച്ചാലും അത് ഹിന്ദുത്വവാദം തന്നെയാണ്. CPMന്റെ ഇടത് ആഖ്യാനം എന്ന് പറയുന്നത് കുറേയധികം ഇതിനകത്തുള്ള ആൾക്കാരെ കമ്മ്യൂണിസത്തിൽ തന്നെ നിന്ന് പിടിച്ചു നിർന്ന് BJPയുടെ RSSനെ അനുകൂലികളാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. പക്ഷെ ഇവർ ഹിന്ദുത്വവാദികളാണ്. അവർ ഹിന്ദുത്വവാദികളായി മാറുന്നത് കൊണ്ടാണ് ഈ RSSന്റെ ആഖ്യാനം കേരളത്തിൽ ഇവർ ഏറ്റെടുത്തത്. 4 ഇന്റർനാഷണൽ എയർപോർട്ടുള്ള കേരളത്തിൽ എല്ലായിടത്തും സ്വർണം പിടിക്കുമ്പോൾ മലപ്പുറത്ത് മാത്രം അത് ദേശവിരുദ്ധതയ്ക്കാവുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കണം. കേരളത്തിൽ മുഴുവൻ നടക്കുന്ന ജനകീയ സമരങ്ങളിൽ ഒട്ടേറെ സമരങ്ങൾ ഏറ്റവും നീതിയുക്തമായി നടന്നപ്പോ അതിലെല്ലാം മുസ്ലിം തീവ്രത ആരോപിച്ച ഇവർ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള പിണറായി വിജയന്റെ ഭരണത്തിൽ ഒരിക്കൽ പോലും ഹിന്ദുത്വ തീവ്രവാദികൾ എന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ നോക്കുന്നു എന്ന് പരാതിയില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കണം. വോട്ട് ചോരി എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ഇന്ന് വലിയ രീതിയിൽ RSS സംവിധാനങ്ങളെ പിടിമുറുക്കി നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അതിനകത്ത് അഭിപ്രായമില്ലാത്തത് എന്ന് ചിന്തിക്കണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഫാസിസത്തിനെതിരെയുള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് വാളയാറിനപ്പുറത്തേക്ക് പിണറായി വിജയൻ മുതൽ കേരളത്തിലെ CPMന്റെ ഒരു നേതാവും നരേന്ദ്രമോദിക്കെതിരെ പറയാൻ പോകാഞ്ഞത് എന്ന് ഓർക്കണം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് കീഴ്പ്പെട്ട CPMനെയും പിണറായി വിജയനെയും നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും. അത് മൃദു ഹിന്ദുത്വമല്ല, ഇടത് ഹിന്ദുത്വമല്ല, അത് ഹിന്ദുത്വവാദം തന്നെയാണ്. ആ ഹിന്ദുത്വവാദം ഇവരുടെ രക്തത്തിലുള്ളത് കൊണ്ടാണ് 1985 ഏക സിവിൽ കോഡിന് വേണ്ടിയിട്ട് EMS ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത്. ആ ഹിന്ദുത്വവാദം ഇവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് 1977 കേരളത്തിന്റെ നിയമസഭയിൽ RSSനെ നിരോധിച്ചതിനെതിരെ EMS പ്രസംഗിച്ചത്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തും ഒരു ഹിന്ദു പാർട്ടിയും ഹിന്ദുത്വ പാർട്ടിയും ആയിരുന്നു CPM. അതിനപ്പുറത്തേക്ക് ഒരു ഇടത് എന്നുള്ളൊരു ബാനർ ഇവർ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ ആ ബാനറിൽ അകത്ത് നിൽക്കുന്ന ഇടതു രാഷ്ട്രീയമല്ല, തീവ്ര ഹിന്ദു വലത് രാഷ്ട്രീയമാണ് CPMന്റേതെന്ന് വളരെ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ശരി, ശ്രീ NP ചെക്കുട്ടി, ഇന്നിപ്പോൾ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം അങ്ങും കണ്ടിരിക്കും. പാർട്ടി സെക്രട്ടേറിയറ്റ് ചേർന്ന ശേഷമാണ് ഈ വാർത്താ സമ്മേളനം.
ഉറപ്പായിട്ടും സെക്രട്ടേറിയറ്റിൽ പരാജയ കാരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാകാം. അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന വിഷയമായിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ അത് ശരിയായിരുന്നോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകുമോ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? കാരണം പുറത്തു വന്ന് വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അത് കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നേ ഉള്ളൂ, അതിൽ ഒരു വ്യക്തതയില്ലാത്തതുപോലെ. അതേസമയം പത്മകുമാറിനെതിരെ ഈ തിരഞ്ഞെടുപ്പിന്റെ വലിയ കനത്ത പരാജയത്തിൽ തൊട്ടു പിന്നാലെ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇല്ല. ഇന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നില്ല, ഈ കേസ് അന്വേഷിച്ച് അന്തിമ തീരുമാനം വരുമ്പോഴേ ഉള്ളൂ, അങ്ങനെയുള്ള ആലോചനകൾ ഇപ്പോൾ ഒരു ആലോചനയുമില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നു. അപ്പോൾ എന്താണ് ഇതൊക്കെ നൽകുന്ന സൂചന? അല്ല, അവരുടെ കമ്മിറ്റിയിൽ കാര്യങ്ങളൊരു ഒരു കൃത്യമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ചർച്ചയ്ക്കുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നില്ല. കാരണം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകൾ പോലും നമ്മുടെ മുമ്പിലില്ല. തീർച്ചയായും പരാജയം വളരെ ഗുരുതരമാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ആ പരാജയത്തിൻ്റെ ഡീപ്പർ ലെവൽ അനാലിസിസിനുള്ള ഒരു അന്തരീക്ഷമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ൻ്റെ ഒരു ഫൈനൽ പൊസിഷൻ എന്താണെന്നുള്ളത് കുറച്ചുകൂടി കാത്തിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഗോവിന്ദ മാഷിൻ്റെ ഒരു വിശദീകരണത്തിനകത്ത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ്. നേരെ മറിച്ച് എന്താണ് പിണറായി അടക്കമുള്ള ആളുകൾ ചിന്തിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷമേ അദ്ദേഹം നിലപാടെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്തിലൊക്കെ തന്നെ ഒരു 4-5 പത്രസമ്മേളനങ്ങൾ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് വന്നത് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൽ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റീസ്ക്കെതിരായിട്ടുള്ള ഒരു ഡോഗ് വിസ്ലിംഗ് ക്യാമ്പയിനായിരുന്നു. അവർ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും പേരാണ് പറഞ്ഞെങ്കിലും the focus was really on the dangers being posed by the minority community in Kerala society. അപ്പോൾ അത് വലിയ തോതിലുള്ള ഒരു റിപ്പർക്കഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം they were feeling rather very confused as well as afraid also. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിഹ്നം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ UDF-ന് അനുകൂലമായിട്ടുണ്ടായി. മറുഭാഗത്ത് പിണറായി വിജയൻ പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? ഇതേ തരത്തിൽ ഒരു മൈനോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് ക്യാമ്പയിൻ വരുമ്പോൾ ഒരു ഹിന്ദു മെജോറിറ്റി കൺസോളിഡേഷൻ തങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്ന് അദ്ദേഹം കരുതി. പക്ഷേ സംഭവിച്ചെന്താണ്? തിരുവനന്തപുരം മുതൽ ഇപ്പോൾ കോഴിക്കോട്ട് ഞാനിരിക്കുന്ന കോഴിക്കോട് നഗരസഭയിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്താർന്ന മാവൂർ റോഡ് അടക്കമുള്ള ബൂത്തുകളിൽ BJP-കാരനാണ് ജയിച്ചിരുന്നത്. 7 നിന്ന് 14 സീറ്റിലേക്കാണ് അവർ വർദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നത് ഈ ക്യാമ്പയിനിലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ നിലപാടുകൾ, അവരുടെ മെയിൻ ഫോക്കസ് ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള അജണ്ട വലിയ തോതിൽ അവർക്ക് തിരിച്ചടിച്ചു. അതിൻ്റെ ബെനിഫിറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് BJP-ക്കാണ്. CPM-ൻ്റെ ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് സെക്ഷനിൽപ്പെട്ട ഒരു സബ്സ്റ്റാൻഷ്യൽ സെക്ഷൻ ഓഫ് സപ്പോർട്ടേഴ്സ് പതുക്കെയാണെങ്കിലും CPM-ൽ നിന്ന് BJP ഭാഗത്തേക്ക് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വളരെ ഒരു സത്യസന്ധമായ പരിശോധനയിലേക്ക് പാർട്ടിക്ക് പോകാൻ കഴിയില്ല. പക്ഷേ തോമസ് ഐസക്കിൻ്റെ വിശദീകരണത്തിനകത്ത് തന്നെ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എന്ന് വരുന്ന ലീഡേഴ്സിനകത്ത് വളരെയേറെ ആ ഒരു അസ്വസ്ഥത ഉയർന്നു വരുന്നുണ്ട്. പാർട്ടി എടുത്ത നിലപാടുകൾ പാർട്ടിയുടെ പരമ്പരാഗത നിലപാടുകൾക്കെതിരാണെന്ന് മാത്രമല്ല, നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ന് പോലും ഗുണം ചെയ്യുന്നതല്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ആ പാർട്ടിയിലെ പലരും എത്തിച്ചേരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ചർച്ചകളിലേക്ക് നാളെ നയിക്കും. ശരി, ശ്രീ എ. റഹീം, നിങ്ങൾ ഈ പരാജയത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് ശേഷം MV ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ പരാജയ കാരണങ്ങളായി എതിർപക്ഷത്തുള്ളവർക്കെതിരെയുള്ള കാരണങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ആത്മപരിശോധന എന്നൊന്ന് ഈ പ്രതികരണങ്ങളിൽ വാർത്താസമ്മേളനത്തിൽ കണ്ടില്ല. ഉറപ്പായും യോഗത്തിനകത്ത് അതുണ്ടായിട്ടുണ്ടാകാം. കാരണം ഇത് ഒരു ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ് എന്ന് CPI, നിങ്ങളുടെ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി CPI ആവശ്യപ്പെടുന്നുണ്ട്. ആത്മപരിശോധനയും ഗതിമാറ്റവും അനിവാര്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ആത്മപരിശോധനകൾ നടത്തി അതിനെക്കുറിച്ചൊന്നും പുറത്തു പറഞ്ഞു കണ്ടില്ല. എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പരാജയകാരണമായിട്ടുള്ള വിലയിരുത്തൽ, റഹീം? അല്ല, അത് വിലയിരുത്താൻ പോകുന്നല്ലേ ഉള്ളൂ. അതാണല്ലോ ഇന്ന് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വളരെ വിശദമായി വിശദീകരിച്ചത്. ഞങ്ങൾ ഈ മാസം തന്നെ വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി മുഴുവൻ പാർട്ടി ജില്ലാ കമ്മിറ്റികളും യോഗം ചേരും.
ഈ മാസം തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. അതിനുശേഷം ഈ വരുന്ന എല്ലാ വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു കൃത്യമായ മൂർത്തമായൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും, ഞങ്ങളുടെ നിഗമനത്തിലേക്ക് എത്തിച്ചേരും. അത് വിലയിരുത്തും, ആഴത്തിൽ തന്നെ പരിശോധിക്കും. അത് പരാജയങ്ങളുണ്ടാകുമ്പോൾ മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് CPIM പരിശോധന നടത്തുക, വിജയങ്ങളിലും ഞങ്ങൾ പരിശോധന നടത്തും. ഇതിപ്പോൾ പരാജയമുണ്ടായാലും പരിശോധന നടത്തും. ഇവിടെ വരുന്നൊരു പ്രശ്നം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി ഞാൻ ഇവിടെ ശ്രീ ചെക്കുട്ടി പറഞ്ഞ ചില കാര്യങ്ങളോട് ശക്തമായ ഭാഷയിൽ മറുപടി പറയാനുണ്ട്, ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് കുറേ ദിവസമായി ഒരു വലിയ നരേഷൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തു വരുന്നു. ഇതെല്ലാമായി ഇനി മുഖ്യമന്ത്രിയുടെ കുപ്പായം തുന്നി കാറി കയറി ഇങ്ങോട്ട് വന്നിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് UDF അധികാരത്തിലേക്ക് എത്തി. BJP കേരളത്തിലെമ്പാടും തൂത്തുവാരിയിരിക്കുന്നു. പണ്ട് അഹമ്മദാബാദ് പിടിച്ചു, എന്നിട്ടാണ് ഗുജറാത്ത് പിടിച്ചത്. അതുപോലെ തിരുവനന്തപുരം നഗരസഭ പിടിച്ചു, അതുകൊണ്ട് കേരളമാകെ പിടിക്കാൻ പോവാണ്. പ്രധാനമന്ത്രി 2 തവണയാണ് ട്വീറ്റ് ചെയ്തത്. സോക്കോൾഡ് ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിൽ അത്തരമൊരു പ്രചാര വേല സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ രാജ്യമാകെ BJPയും പിന്നെ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ കുപ്പായം തന്നെയിട്ട് ആരൊക്കെ മന്ത്രിമാരാണെന്നുള്ള ചർച്ച സ്വയമേവ നടത്തി തുടങ്ങി. അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. വളരെ വ്യക്തമായി തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, വോട്ട് വിഹിതത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭ, ഇവിടെ പ്രധാനമന്ത്രി തന്നെ ട്വീറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവനന്തപുരത്താകെ എന്തോ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ഇതിനെ പ്രധാനമന്ത്രിയെ പറയുന്നു. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ ശശി തരൂർ MP, സ്ഥലം MP ആണ്, അദ്ദേഹം തന്നെ നടത്തിയത് മിന്നുന്ന വിജയമെന്നാണ്. അങ്ങനെ മിന്നുന്ന വിജയം BJPക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനി പോട്ടെ, ഇടതുപക്ഷത്തിനാകെ അങ്ങ് തകർന്ന് തരിപ്പണമായി പോയോ? അവിടെ ഇല്ല. 2020 ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ അവിടെ നഗരസഭയിൽ LDFന് കിട്ടിയത് 35% വോട്ടാണ് ആകെ കിട്ടിയത്. ആകെ വോട്ടെടുത്താൽ ഇത്തവണ അത് ഞങ്ങൾക്ക് 36% വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, റിയാലിറ്റി. അപ്പം ഞങ്ങൾക്കവിടെ എല്ലാം തകർന്നു പോയി, തരിപ്പണമായിരിക്കുന്നു എന്നൊന്നും പറയുന്നത് തന്നെ യുക്തിസഹമല്ല. പിന്നെ ഇന്ന് മലയാള മനോരമ ഒരു വിശകലനം നടത്തി കണ്ടു. നിങ്ങൾ നോക്കുക, ആ വിശകലനത്തിൽ തന്നെ വളരെ രസകരമായൊരു വിശകലനമാണ് അവർ നടത്തിയത്. അതിനവർ കേരളത്തിലെമ്പാടും 80-ഓളം സീറ്റുകൾ UDFന് ലഭിക്കും എന്നുള്ളൊരു വിശകലനമാണ് അവർ നടത്തിയത്. അതിലവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതിന് നിയമസഭാ മണ്ഡലങ്ങൾ കണക്കാക്കാൻ വേണ്ടി അവരെടുത്ത നിങ്ങൾക്കത് 58 58 ആണ്. എന്നാൽ ഇതേ മനോരമ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കൊടുത്ത വിശകലനം, ഞാൻ മനോരമയുടെ പത്രം തന്നെ എടുക്കുകയാണ് കേട്ടോ, നിറമളം എന്നാണ്, കേരളം എന്നാണ് ആ ടൈറ്റിൽ. അവർ അന്ന് പറഞ്ഞത് 110 സീറ്റുകൾ UDFന് കിട്ടുമെന്നാണ്. 110 സീറ്റുകളുടെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോഴും പറഞ്ഞതോ, ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മനോരമ തന്നെ എടുത്ത അളവുകോല് വെച്ച് 110 സീറ്റ് UDFന് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞു. അതേ മനോരമ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ചിത്രം മാറിയെന്നാണ്. അന്ന് എഴുതിയത് നിറം മാറി കേരളം എന്നാണ്, ഇപ്പോൾ ചിത്രം മാറിയെന്നാണ്, ഇപ്പോൾ പറയുന്നത് 80 എന്നാണ്. അപ്പോൾ മനോരമയുടെ തന്നെ കണക്ക് വെച്ച് 110-ൽ നിന്ന് 80-ലേക്ക്, ലോക്സഭയിൽ നിന്ന് പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ UDFൻ്റെ സാധ്യത കുറയുകയാണ് ചെയ്തത്. നമ്പർ 1. നമ്പർ 2, ഇനി ഈ 80-ലേക്ക് എത്താൻ മനോരമ എത്തിച്ചേർന്ന അളവുകോൽ എന്താണ്? ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കാണ് മനോരമ എടുത്തിരിക്കുന്നത്. ബുദ്ധിപൂർവമോ അതേ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡേറ്റ അവൈലബിൾ അല്ലാത്തത് കൊണ്ടോ? നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ജില്ലാ പഞ്ചായത്തിനെ നമുക്ക് പൊളിറ്റിക്കൽ മെഷർമെൻറ്റിന് എടുത്താൽ താരതമ്യേന നമുക്ക് വേണമെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റും, ആ മാനദണ്ഡത്തോട്. പക്ഷേ നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന ഘടകമായ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്തിട്ടാണ് മനോരമ. എന്നിട്ടും എവിടെ എത്തുന്നുള്ളൂ? 80-ലേക്ക് എത്തുന്നുള്ളൂ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 110 എന്ന് മനോരമ തന്നെ വിധിച്ചെടുത്ത് ഇപ്പോൾ 80 എന്ന പ്രൊജക്ഷനിലേക്ക് മനോരമയ്ക്ക് UDFനെ സംബന്ധിച്ച് ചുരുക്കേണ്ടി വരുന്നു. NDAയെ സംബന്ധിച്ചും വളരെ പഴയ കണക്കനുസരിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ വളരെ കുറവാണ് അവരുടെ സാധ്യത വരുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ അവർക്ക് ഈ പറയുന്നൊരു ആഘോഷിക്കുന്ന ഇത് മാറ്റിവെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കഴിഞ്ഞ തവണ BJP ഭരിച്ചിരുന്ന പഞ്ചായത്താണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത്. ഇത്തവണ LDF തിരികെ പിടിച്ചു. കരവാരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ച് ഭരണം ആരംഭിച്ച പഞ്ചായത്തായിരുന്നു. ആ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു സീറ്റിലാണ് കരവാരത്ത് BJP ഒതുങ്ങിപ്പോയത്. മനസ്സിലായല്ലോ? അപ്പോൾ വലിയ പരാജയപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്ക് ചർച്ച നടത്താം. ശ്രീ റഹീം, ഈ കണക്കുകളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയായാലും നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത് എന്ന് കണക്കാക്കിയാണല്ലോ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന CPIയുടെ വിമർശനം, ഇന്ന് ജനയുഗത്തിൽ വന്നിരിക്കുന്ന വിമർശനം, മതമൗലികവാദമടക്കം മതബോധത്തോടും ജാതീയതോടും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം പാലിക്കേണ്ട അകലം
പാലിക്കുന്നില്ല എന്നും അത്തരം പ്രവണതകളോടും ശക്തികളോടും മൃദു സമീപനം കൈക്കൊള്ളുന്നു എന്നുമുള്ള തോന്നലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു തോന്നൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തോന്നൽ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? ഈ മൃദു സമീപനം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടാണ്. വെള്ളാപ്പള്ളി ഇവിടെ നടത്തിയ വർഗീയ പ്രസംഗങ്ങൾ, ആ വർഗീയ പ്രസംഗങ്ങളോട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്? എത്രത്തോളം ശക്തമായി പ്രതികരിച്ചു? ഇപ്പോൾ അങ്ങേക്ക് മുൻപ് സംസാരിച്ച കോൺഗ്രസ് പ്രതിനിധി രാജു പി നായർ പറയുകയായിരുന്നു, ഇവിടെ ഹിന്ദു വർഗീയത എന്നൊരു പ്രതികരണമോ ഭൂരിപക്ഷ വർഗീയത എന്നൊരു വിമർശനമോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കൽ പോലും ഉയർന്നു വന്നതായി കേട്ടിട്ടില്ല. ഇവിടെ ആകെ ന്യൂനപക്ഷ വർഗീയത വിളയാടുകയാണ് എന്ന ഒരു ഭയം സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും ന്യൂനപക്ഷത്തിന് ഒന്നാകെ ഒരു ആശങ്കയുണ്ടായിട്ടുണ്ട്. ആ ആശങ്കയാണ് നിങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ട് കുറയാൻ കാരണം. ന്യൂനപക്ഷ വോട്ട് അങ്ങനെ പോകുന്നു, അപ്പുറത്ത് ഭൂരിപക്ഷ വോട്ട് കിട്ടുമെന്ന് കരുതിയെടുത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയും വിഷയമാകുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ബാധിച്ചോ എന്നതിൽ കൃത്യമായ മറുപടി പറയാത്തത്? അത് ഇപ്പോഴും അറിയില്ല എന്നാണ് പറയുന്നത്. ബാധിച്ചിട്ടില്ല എന്നാണോ കരുതേണ്ടത്? പന്തളത്തെ ഒരൊറ്റ വിധി പ്രസ്താവത്തിലൂടെ അതിലൂടെ ഒരു അന്തിമ തീരുമാനമാവുകയാണോ? പന്തളത്ത് BJP ജയിച്ചില്ല എന്നതുകൊണ്ട്? അല്ല, സ്മൃതി ദീർഘനേരമെടുത്ത് എന്തിനാണിത് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്മൃതി, അങ്ങ് എന്നെ ദയവായി പറയാൻ അനുവദിക്കൂ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ ഒന്ന് ദയവായി. സ്മൃതി പറഞ്ഞ ചോദ്യങ്ങളൊന്നും തന്നെ അമൂർത്തമായ ചോദ്യങ്ങളാണ്. എന്തിനാണത് ചോദിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാണേണ്ട കാര്യം, ഞങ്ങളൊരു നിഗമനത്തിലേക്കും പൂർണ്ണമായി എത്തിയിട്ടില്ല. അതാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടിവരയിട്ട് പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞ പിന്നെന്താണ്? ഞാനിപ്പോൾ പറയാൻ ശ്രമിച്ചത്, ഇതിനകം തന്നെ നിങ്ങൾ കെട്ടിപ്പൊക്കിയ വലിയ ബിംബവൽക്കരണവും വലിയ പ്രതീക്ഷയും ഇതേ തകർന്നു എന്നെല്ലാം പറയുന്ന ഒരു ഇമേജ് ക്രിയേഷൻ നടക്കുന്നുണ്ട്, ഒരു പെർസെപ്ഷൻ ക്രിയേഷൻ നടക്കുന്നുണ്ട്. അത് തെറ്റാണ് എന്ന് പ്രാഥമികമായ നിഗമനം വെച്ചിട്ടാണ് നിങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്, ഞങ്ങൾ വിലയിരുത്തി. ആ നിഗമനം തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ശ്രീ NP ചേക്കുട്ടി പറഞ്ഞതിൽ നിന്ന് താങ്കൾ ഈ പറഞ്ഞതിലേക്ക് വരാം. ശ്രീ NP ചേക്കുട്ടി പറയുകയാണ്, ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അദ്ദേഹത്തിൻ്റെ വാചകം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനുമെതിരെ ഞങ്ങൾ നടത്തിയ പരാമർശങ്ങൾ അവർക്കെതിരെയാണ് പറയുന്നതെങ്കിലും CPIM നടത്തിയത് മുസ്ലിം വിരുദ്ധ പ്രചരണമായിരുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, എത്രയോ ചർച്ചകളിൽ ശ്രീ NP ചേക്കുട്ടി തന്നെ വ്യക്തിപരമായി RSSനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങ് RSSനെ നടത്തുന്ന ശക്തമായ വിമർശനം ഹിന്ദു മതത്തിനെതിരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങ് ശരിവയ്ക്കുമോ? അത് വ്യക്തിപരമായി അങ്ങയുടെ ഊഴത്തിൽ മറുപടി പറഞ്ഞാൽ മതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾ ചില രാഷ്ട്രീയമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്താ കാര്യം? നേരത്തെ അത് സ്മൃതി പറഞ്ഞതിലേക്ക് വരികയാണ്. സ്മൃതിയുടെ നിരീക്ഷണം എന്താ? ഞങ്ങൾ ഇവിടെ ന്യൂനപക്ഷ വർഗീയത ശക്തമാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ ചാപ്പ. അങ്ങനെയല്ല. ഞങ്ങൾ ചെയ്തെന്താ? ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്ക് ലെഗിറ്റിമേറ്റ് കൊടുക്കാൻ വേണ്ടി, അതിനൊരു സ്വീകാര്യത കൊടുക്കാൻ വേണ്ടി UDF എടുക്കുന്ന നിലപാട് കേരളത്തെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. SDPI എന്ന വളരെ അപകടകരമായ ഒരു ഔട്ട്ഫിറ്റിനെ കൂടെ കൊണ്ട് നടക്കുകയും അവർക്കൊരു ലെഗിറ്റിമസി കൊടുക്കുകയും അവരോട് വോട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും അവരുടെ പ്ലാറ്റ്ഫോമിൽ പോയി പങ്കെടുക്കുകയും അവരോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഈ രീതി കേരളത്തിന് അപകടമാണ്. ഈ രണ്ട് സംഘടനകളല്ലാതെ ഞാൻ പറയട്ടെ, കേരളത്തിലെ ഏതെങ്കിലും കാന്തപുരം AP അബൂബക്കർ വിഭാഗത്തോടോ സമസ്തയോടോ ഇല്ലെങ്കിൽ മുജാഹിദ് വിഭാഗങ്ങളോടോ UDFിൻ്റെ നേതാക്കളോ ആരെങ്കിലും നടത്തിയ വർത്തമാനത്തെ ചൂണ്ടി, ആരെങ്കിലും വേദി പങ്കിട്ടതിനെ ചൂണ്ടി ഞങ്ങൾ എപ്പോഴെങ്കിലും അഭിപ്രായ ഭിന്നത പറഞ്ഞിട്ടുണ്ടോ? അവരേതെങ്കിലും നിലപാട് UDFിന് അനുകൂലമായോ ഞങ്ങളെ വിമർശിച്ചു എടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം വിഷയം എന്ന് ഉയർന്നു വന്നേക്കാവുന്ന, അങ്ങനെ പറയാവുന്ന മുസ്ലിം സെന്റിമെന്റൽ വിഷയങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഷയങ്ങളെ, ആ വിഷയങ്ങളെ ഞങ്ങൾ അഡ്രസ് ചെയ്ത് ഏതു രീതിയിലാണ് മുസ്ലിംസ് ആകട്ടെ ക്രിസ്ത്യൻസ് ആകട്ടെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇടയ്ക്ക് ഇടപെടരുത്. അല്ല സ്മൃതി അല്ല, അങ്ങനെ ഇടപെടരുത്. അത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇടപെടരുത്. ഞാൻ സ്മൃതി അങ്ങനെ ഇടപെടരുത്. ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഫെയർ ആയിട്ടൊരു ഡിസ്കഷൻ നടത്താം. ഇപ്പോൾ പാനലിസ്റ്റുകൾ ആരെങ്കിലും തമ്മിൽ തല്ലുമെന്ന് കരുതുന്നില്ല. ഈ ഇരിക്കുന്ന പാനലിസ്റ്റുകൾ അങ്ങനെയുള്ളവരാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചാപ്പ് ഞങ്ങളുടെ മേൽ അല്ല പറയട്ടെ. അല്ല ചോദ്യം അങ്ങയുടെ ഊഴത്തിൽ ചോദിക്കൂ. അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ പിന്നെ കയറി ചോദിക്കുക, അത് എനിക്ക് ഡിസ്കംഫർട്ടാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ചർച്ചയിൽ പിന്നെ പങ്കെടുക്കാതിരിക്കാനേ നിർവാഹമുള്ളൂ. ദയവ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ, അതിന് വിട്ടുക, ഞാൻ പറഞ്ഞോട്ടെ. അങ്ങയുടെ ചോദ്യം മുഴുവൻ സമാധാനത്തോടെ കേട്ടു. പ്രശ്നം എന്താണ്? നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ മേൽ ചാപ്പ കുത്തിയാൽ അത് ഞങ്ങൾ സമ്മതിച്ചു തരോ? കേരളം അങ്ങനെ സമ്മതിച്ചു തരോ? ഇനി ഞാൻ ശ്രീ NP ചേക്കുട്ടിയോടും സ്മൃതി പരുത്തിക്കാരനോടും ഈ വിമർശനം ഉന്നയിക്കുന്ന ആരായാലും
അവരോട് ഞങ്ങളൊരു കാര്യം തിരിച്ചു പറയുന്നു. ഈ കേരളത്തിലെ മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്ക് RSSൽ നിന്നൊരു അക്രമം ഉണ്ടായെന്നിരിക്കട്ടെ, പെന്തക്കോസ്ത് മതവിശ്വാസികളിൽപ്പെട്ടവർക്ക് അവരുടെ പ്രാർത്ഥനാലയങ്ങൾക്ക് നേരെ RSSുകാർ ചീറിയടുത്തു എന്നിരിക്കട്ടെ, എവിടെയെങ്കിലും ഒരിടത്ത് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്കു നേരെ ഉത്തരേന്ത്യക്ക് സമാനമായി RSSുകാർ ചീറിയടുത്തു എന്നിരിക്കട്ടെ, അതിനെ പ്രതിരോധിക്കാൻ ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരോ NB ചേക്കുട്ടിമാരോ അതിൻ്റെ ഏഴയലത്തുണ്ടാകില്ല. അവർ ഉറക്കമെണീക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടാവുക CPIഎമ്മിന്റെയും DYFഐയുടെയും ഇടതുപക്ഷത്തിന്റെയും ചുണക്കുട്ടികളായിരിക്കും. ഒരു സംശയവും വേണ്ട. ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. രാഷ്ട്രീയ പ്രസംഗത്തിന് സമയമില്ലല്ലോ. ഇല്ല, അങ്ങ് ഇങ്ങനെ പറഞ്ഞു പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ പ്ലീസ് റഹീം. എന്റെ ചോദ്യം ഇതാണ്, അങ്ങ് ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ എന്ന്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാവുക മാത്രമല്ല, പ്രതികരണത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രശ്നമാണല്ലോ. ഇവിടെ വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നൽകിയ മെസ്സേജ് എന്താണ്? ആ വെള്ളാപ്പള്ളിയെ ആദരിക്കുന്നു, വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കൊണ്ടുവരുന്നു. മലപ്പുറത്ത് ശ്വാസം മുട്ടുന്ന വെള്ളാപ്പള്ളിയെ ഒരിക്കലെങ്കിലും അതിരൂക്ഷമായി വിമർശിച്ച ആ നാവടക്കൂ, ഇനി പറഞ്ഞാൽ കേസെടുക്കുമെന്ന വാചകം നിങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അത് ന്യൂനപക്ഷത്തിന് പ്രശ്നമാണെന്നേ. ഇനി ജമാഅത്തെ ഇസ്ലാമി ഇവിടെ എന്ത് ഭീഷണിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. നിങ്ങളെ പിന്തുണച്ച കാലത്തില്ലാത്ത ഭീഷണി ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുമ്പോൾ ഇവിടെ എന്തോ സഖ്യം രൂപീകരിച്ച് ഇവിടെ എന്തോ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്ന മട്ടിൽ തുലോം തുച്ഛമായ, അവർക്ക് അത്ര പോലും വില അവർ കൽപ്പിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് അവരെ ഇത്ര വലുതാക്കി കൊണ്ടുവരുന്നത്? അപ്പോൾ അതേ മുദ്രാവാക്യം നിങ്ങൾ പറഞ്ഞ അതേ കാര്യമല്ലേ BJP ഏറ്റെടുത്തത്? അത് ആർക്ക് ഗുണം ചെയ്തു? BJPക്ക് പോയി. നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയതുമില്ല. കഴിഞ്ഞോ? അങ്ങ് അവസാനിപ്പിച്ചത് തന്നെ എത്ര അപക്വമായ അവസാനമാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. എന്ത് നിഗമനത്തിലാണ്? എന്തോ BJPക്ക് അധികമായി വോട്ട് പോയി എന്ന നിഗമനത്തിൽ അങ്ങ് എത്തിയത്? അങ്ങയുടെ തന്നെ ഫ്ലോറിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ TVയുടെ തന്നെ നിങ്ങളുടെ റിസർച്ച് ടീം തയ്യാറാക്കി നിങ്ങൾ തന്നെ പ്രക്ഷോഭണം ചെയ്ത കണക്കെങ്കിലും അറ്റ്ലീസ്റ്റ് വായിച്ചിട്ടല്ലേ അങ്ങ് ഈ നിഗമനത്തിൽ ഈ ഫ്ലോറിലിരുന്ന് പറയാവൂ? ഞങ്ങൾ ഈ പ്രചരണം അങ്ങയുടെ അതിൽ നിന്ന് ഞാൻ തുടങ്ങണം. ഇനി ഇടയ്ക്ക് ഇടപെടരുത്. അങ്ങയുടെ ചോദ്യം മുഴുവൻ ഞാൻ വളരെ നിന്നിരുന്ന് കേട്ട ഒരാളാണ്. അപ്പോൾ അങ്ങ് പറയാണ്, നിങ്ങൾ ഈ പ്രചരണം നടത്തി, ജമാഅത്തെ ഇസ്ലാമി, അവർ പോലും വിലമതിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിങ്ങൾ നടത്തിയൊരു പ്രചരണത്തിലൂടെ അതിൻ്റെ ഗുണം BJPക്ക്, അങ്ങനെ BJPക്ക് എന്ത് അധിക ഗുണമാണ് ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതായി നിങ്ങളുടെ കയ്യിൽ എന്ത് ഡേറ്റയാണുള്ളത്, എന്ത് കണക്കാണുള്ളത്? ഒന്നുമില്ല. അപ്പോൾ ആ വർത്തമാനം തന്നെ തെറ്റാണ്. ഇനി അങ്ങ് പറയാണ്, 2 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശനെ ഉയർത്തിപ്പിടിച്ച് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, ഞാൻ വിട്ടുപോയി. ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനിലേക്ക് വന്നു. ഞാൻ പറയട്ടെ, വെള്ളാപ്പള്ളി നടേശൻ CPIഎമ്മിൻ്റെ ആരെങ്കിലും ആണോ? അല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPIഎമ്മിനെതിരായിരുന്നല്ലോ, ശക്തമായ എതിരായിരുന്നു. അങ്ങനെ ഏത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും ശ്രീ വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ടാകാം, ഓരോ പ്രശ്നത്തിലും അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ടാകാം. ഞങ്ങളതിനെ അതിൻ്റെതായ നിലയിൽ കാണുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു, ആ പൊതുപരിപാടി വേറൊരു തരത്തിലല്ലേ പങ്കെടുക്കുക? അപ്പോൾ ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുണ്ടാകാം. വ്യത്യസ്തമായ അഭിപ്രായം ഇത്തരത്തിൽ പ്രകടിപ്പിക്കുന്ന ആൾ അവരുടെ സംഘടന നടന്ന പരിപാടിയിൽ ഞങ്ങൾ പോവില്ലേ? ആ പരിപാടിയുടെ കോണ്ടക്സ്റ്റിലായിരിക്കും അവിടെ സംസാരിക്കുക, അല്ലാതെ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഇവിടെ എന്തോ പ്രശ്നം, അവരെ ഞങ്ങളോടൊപ്പം ചേർന്നപ്പോൾ, അതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം. ഞങ്ങളോടൊപ്പം ചേർന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി കേരളത്തിൽ ഒരിടത്തും സീറ്റ് പങ്ക് ചർച്ച നടന്നിട്ടില്ല. ഞങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഒരുമിച്ച് ഭരിച്ചിട്ടില്ല. അവരുടെ പിന്തുണയാണെങ്കിൽ ആ പിന്തുണയോടുകൂടി ഭരിക്കേണ്ടതില്ല എന്ന് ഇന്നലെയും തീരുമാനിച്ചു, ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ പറയുന്ന ഒരു ചെറുതാണ്, അങ്ങ് പറയുകയാണ് ഇത് ചെറുതാണ്, അതുകൊണ്ട് അവരെ അങ്ങനെ നിങ്ങൾ പർവ്വതീകരിക്കേണ്ടതുണ്ടോ എന്നെല്ലാമാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം പർവ്വതീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ സ്മൃതിയോട് പറഞ്ഞല്ലോ, മറ്റേതെങ്കിലും മുസ്ലിം മതസംഘടനകളുണ്ട്, ആ മുസ്ലിം മതസംഘടനകളോട് കാണിക്കുന്നത് പോലെയല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിനോട് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? നിങ്ങളെ പിന്തുണച്ച കാലത്തും അതങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളെ പിന്തുണച്ച കാലത്തും അതങ്ങനെ തന്നെയായിരുന്നു. അവർ നിങ്ങൾക്ക് പിന്തുണ നൽകിയ കാലമുണ്ട്. നിങ്ങൾ അവരുടെ വേദികളിൽ പ്രസംഗിച്ച ചിത്രങ്ങളുണ്ട്, വാർത്തകളുണ്ട്. അവർക്ക് നിലപാടുള്ള സംഘടനയാണ് അവർ എന്ന് പിണറായി വിജയൻ പറഞ്ഞതിന്റെ പ്രസംഗത്തിന്റെ കട്ട്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. ഇതൊക്കെ അധിക കാലമൊന്നും ആയിട്ടില്ലെന്നേ. 2009, 2011 ഈ കാലങ്ങളിലൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ്. ഇനി നോക്കൂ, പ്രാദേശികമായി പിന്തുണയ്ക്കുക എന്നുള്ള കാര്യം ഞാൻ അങ്ങേക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. പട്ടാമ്പി നഗരസഭയിലെ 12ാം വാർഡിൽ 1ാം സ്ഥാനത്തെത്തിയത് ലീഗാണ്, 2ാം സ്ഥാനത്ത് വെൽഫെയർ പാർട്ടിയാണ് എത്തുന്നത്. അവിടെ ഇടതു പിന്തുണ എന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഒരു സ്വതന്ത്രനാണ് കേട്ടോ. ആ സ്വതന്ത്രന് എത്ര വോട്ട് കിട്ടിയെന്നറിയോ?
0 വോട്ട്. അപ്പോൾ അവിടുത്തെ നിങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ചിൽ അംഗങ്ങളെങ്കിലും ഉണ്ടാവില്ലേ? അപ്പോൾ അവർ എത്ര വോട്ട് കൊടുത്തു? ആർക്കാണ് കൊടുത്തത്? വെൽഫെയർ പാർട്ടിക്ക് ആ വോട്ട് പോയിട്ടുണ്ടെന്നേ. ഇത് പലയിടത്തായി ഇത്തരം ഉദാഹരണങ്ങളുണ്ട്. വടകര അഴിയൂരിൽ ഒരു വാർഡിൽ LDF-ന് 7, SDP അവിടെ ജയിക്കുന്നു, RMP UDF-നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ വോട്ടുകൾ എവിടേക്ക് പോയി എന്നുള്ള ചോദ്യം. ഇനി SDP കാരണം ഏറ്റവും കൂടുതൽ സീറ്റുകൾ പരാജയപ്പെട്ടുള്ളത് UDF ആണെന്നുള്ള കണക്കുകളുമുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ അങ്ങ് ഇപ്പോഴും ഒരു വാക്ക് പറയുന്നില്ല. വെള്ളാപ്പള്ളി അദ്ദേഹം ഏതോ ഒരു പാർട്ടിയുടെ ഭാഗമല്ലാത്ത ആൾക്കാരെ നിങ്ങൾ വിമർശിക്കാറേ ഇല്ലല്ലോ അല്ലേ? ഈ വെള്ളാപ്പള്ളിയെ തന്നെ അതിരൂക്ഷമായി വിമർശിച്ച പിണറായി വിജയനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നേ. അത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണ്. നമുക്കറിയാമല്ലോ, ഒരു ഓട്ടോ ഡ്രൈവർ മരിച്ച ശേഷം ആ ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിന് സഹായം ചെയ്തപ്പോൾ അദ്ദേഹം നടത്തിയ വർഗീയ പ്രസംഗം, അന്ന് ഏറ്റവും ശക്തമായി പ്രതികരിച്ച ആരാണ്? പിണറായി വിജയനാണ്. അതേ പിണറായി വിജയനിൽ നിന്നാണ് ഇപ്പോൾ ഈ നിശബ്ദതയുണ്ടാകുന്നത്. അതായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ തിരിച്ച് വിലയിരുത്തുന്നുണ്ടോ, അതോ നേരത്തെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രചാരണ വിഷയങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നല്ലേ ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ മോഹൻ വർഗീസ്. യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്ന ഒരു കക്ഷി അല്ലെങ്കിൽ മുന്നണി അതിൻ്റെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ആത്മപരിശോധന നടത്തുന്നൊരു പതിവുണ്ട്. അതനുസരിച്ച് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ന്റെ സെക്രട്ടേറിയറ്റും എല്ലാം തന്നെ ഈ ആത്മപരിശോധനയുടെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതനുസരിച്ചാണ് CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷമുള്ള തീരുമാനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പങ്കുവെച്ചത്. അതിൻ്റെ ബേസിസിലാണല്ലോ ഇപ്പോൾ ചർച്ച നടക്കുന്നത്. നോക്കൂ, 3 തലങ്ങളിൽ ഈ പരാജയങ്ങളെ വിലയിരുത്താം. ഒന്ന്, പരാജയപ്പെട്ടു എന്ന ബോധ്യം ആദ്യം ഉണ്ടാവണം. ആ ബോധ്യം ഉണ്ട് എങ്കിൽ അത് ഭരണപരാജയം എന്ന 1ാം ഡയമെൻഷൻ. ആ ഭരണപരാജയത്തിൽ വരുന്നത് ഒരുപക്ഷെ ഈ ഭരണകൂടം എടുക്കുന്ന നയങ്ങൾ ജനങ്ങളിലെത്തിയോ, അതിനുള്ള മേൽനോട്ടം വഹിക്കാൻ കഴിഞ്ഞോ, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും ഒരുപക്ഷെ ഇവിടെ ഭരണപരാജയം നടന്നിട്ടില്ല. ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് കുറേയൊക്കെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ട്. അവിടെയൊന്നും ഒരു പരിഭവവും പരാതിയും ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടിൽ കാണുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഭരണപരാജയം. പക്ഷേ മറന്നുപോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം മറന്നുപോകുന്ന 2 ഡയമെൻഷൻ കൂടിയുണ്ട് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നിലപാടുകളാണ്. നിലപാടുകളും ഭരണവുമായി ബന്ധപ്പെട്ട നിലപാടുകളാണ്. അവിടെയാണ് ശബരിമല ഈ സ്വർണ്ണപ്പാളി വിവാദം, അതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയമായവർക്ക് നേരെ എടുത്ത നിലപാടുകൾ, പാർട്ടിക്കുള്ളിലും അല്ലാതെയും എടുത്ത നിലപാടുകൾ. ഒരുപക്ഷെ ജനം കമ്പാരിറ്റീവായി ചിന്തിച്ചിട്ടുണ്ടാകാം. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണം ഘട്ടം ഘട്ടമായി കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും അവസാനം പുറത്താക്കുകയും ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ നിലപാടെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്ത ചരിത്രം. അവിടെ കമ്പാരിറ്റീവ്ലി ശ്രീ പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നു. അത് മാത്രമല്ല ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ അംഗം കൂടിയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഉടൻ നടപടി ഉണ്ടാകില്ല സൂചന തന്നെയാണ് പാർട്ടി സെക്രട്ടറി നൽകുന്നത്. അന്വേഷണം പൂർത്തിയായ ശേഷമേ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ നടപടി അപ്പോൾ അവിടെ ഇരട്ട നീതിയാണ്. തങ്ങൾ വിമർശിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു നീതിയും, കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു നീതിയും, തങ്ങളുടെ തന്നെ ഒരു അംഗത്തിന് നേരെ ഉയർന്ന ആരോപണം, ആ ആരോപണത്തിൽ തങ്ങളുടെ പാർട്ടി എടുക്കുന്ന നിലപാട് മറ്റൊന്നും. ഈ ഇരട്ട നീതി ഒരുപക്ഷെ ജനം വിലയിരുത്തുകയാണ്. അത് വിലയിരുത്തും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം പാർട്ടിക്കുണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നിലപാടുകൾ, അങ്ങനെ പല നിലപാടുകൾ, ഒറ്റ കാര്യത്തിലെ നിലപാടല്ല, പല കാര്യത്തിലെ നിലപാട്. അപ്പം നിലപാടുകൾ വേണ്ട രീതിയിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ, ആ നിലപാടിൽ വന്ന ഒരു പെശക് അത് വോട്ടർമാരെങ്ങനെ കണക്കാക്കി, അതാണ് 2. പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് തന്ത്രങ്ങളിൽ വന്ന പാളിച്ച ഉണ്ട് എന്ന് ആദ്യം സമ്മതിക്കേണ്ടതുണ്ട്. തന്ത്രങ്ങളിൽ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, വാക്തോരണി മാത്രമല്ല, ചില ഗൂഢമായ തന്ത്രങ്ങളുടെ ഉരകല്ല് കൂടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് സ്മൃതി. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ന് പറയുന്നത് മുസ്ലിം ജനസാമാന്യത്തിൽ നിന്നും പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണ നഷ്ടപ്പെടാതെ തന്നെ തങ്ങൾക്കൊരു കാലത്തുണ്ടായിരുന്നതും ഇപ്പോൾ ചെറിയ രീതിയിൽ BJP-യിലേക്ക് പോകുന്നു എന്ന് ആശങ്കപ്പെടുന്നതുമായ ഹിന്ദു സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഈഴവ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഉള്ള തന്ത്രങ്ങൾ, അതിൻ്റെ ഭാഗമായി സമുദായ മേലധ്യക്ഷന്മാരെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ചുമതലയുള്ള വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി പോലെയുള്ള ആളുകൾ നടത്തുന്ന പ്രസ്താവനകളെ ഹോൾഡ് ചെയ്യുക, പൊതിഞ്ഞു പിടിക്കുക, അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഒപ്റ്റിക്സ്, ഒരു നറേറ്റീവ്, അതെത്രത്തോളം ആ തന്ത്രം പാളിയിട്ടുണ്ടോ, ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷം. അതുകൊണ്ടാണ് ഒരു ഇടത്
ഹിന്ദുത്വ എന്നൊരു പ്രയോഗം അലങ്കാരികമായിട്ടെങ്കിലും ചില കേന്ദ്രങ്ങളിൽ വളരെ വൈകിയാണ്, ഈ ഘട്ടത്തിലാണ് വരുന്നത്. ഒരിക്കലും ഇടത് ഹിന്ദുത്വ എന്നത് ആ രൂപത്തിൽ ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ടായതിൻ്റെ കാരണം ഒരു ഹിന്ദു കൺസോളിഡേഷൻ, പ്രത്യേകിച്ചും നായർ ഈഴവ കൺസോളിഡേഷൻ, ശബരിമല വിശ്വാസ സംഗമത്തിൻ്റെയൊക്കെ മറവിൽ ആ കൺസോളിഡേഷൻ ഒരുപക്ഷെ ഗുണകരമാകും. തങ്ങൾക്ക് എക്കാലത്തും കഴിഞ്ഞ കുറേ കാലമെങ്കിലും, കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ടെങ്കിലും സൗഹൃദപരമായി നിന്ന മുസ്ലിം വോട്ടുകൾ ധാരധാരയായി തങ്ങളിലേക്ക് വരും. അങ്ങനെ ഇവിടെല്ലാം ഭദ്രം. ആ തന്ത്രം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കാനുള്ള ഒരു ചുമതല CPM-നുണ്ട്. അതാണ് നന്നാകുന്നതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന ഒരുപക്ഷെ ദേശീയതയെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, അതിൻ്റെ തന്നെ പൊളിറ്റിക്കൽ യൂണിറ്റായ വെൽഫെയർ പാർട്ടി ആകട്ടെ, SDPI, ഇങ്ങനെയൊക്കെയുള്ള മുസ്ലിം സംഘടനകളും പാർട്ടികളും അവയോടുള്ള നിലപാട് കഠിനമായി പ്രഖ്യാപിക്കുന്നത് വഴി ഒരുപക്ഷെ ഒരു സെക്യുലർ കാഴ്ചപ്പാട് ഉയർത്തി നിർത്താൻ കഴിയും, ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു രീതിയിലുള്ള പിന്തുണയും ആർജിക്കാൻ കഴിയും എന്നൊരു തന്ത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? അത് മുസ്ലിം സമൂഹം ഏതാണ്ട് പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയോട് ചേർന്ന് നിൽക്കുന്നവരല്ല എന്ന തിരിച്ചറിവ് കേരളത്തിലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ കാണുന്നവർക്കുണ്ട്. മുസ്ലിം സമൂഹം അങ്ങനെ മുസ്ലിം ലീഗിനോടും മറ്റു പല പാർട്ടികളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നവരാണ്. ചെറിയൊരു വിഭാഗം മാത്രമേ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും PDPക്കും SDPIക്കും ഒക്കെ പിന്നിൽ അണിനിരക്കുന്നുള്ളൂ. അതൊരു പർവ്വതീകരിച്ച് വളരെ വലിയൊരു വിഷയമാണ്. അവരെല്ലാം UDF ബാൻഡ് വാഗണിൽ ചാടിക്കേറി അണിനിരന്നിരിക്കുന്നു. ഇവിടെ സർവത്ര നാശമാണ്. UDF പക്കാ വർഗീയ ഒരു സംഘടനയാണ്, വർഗീയ ജാതി കോമരങ്ങളുടെയും വർഗീയ കോമരങ്ങളുടെയും ഒരു വലിയ വേദിയാണ് എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം മനസ്സ് ഇവിടെ ആകപ്പാടെ കൺഫ്യൂസ്ഡായി. അവരുടെ പിന്തുണ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മുസ്ലിം മനസ്സും UDFന് അനുകൂലമായി പ്രവർത്തിച്ചു. അങ്ങനെയാണ് മലബാർ മേഖലയിൽ കോഴിക്കോടും മലപ്പുറം UDFിൻ്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് CPM-നും ഇടതുപക്ഷം നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ മറ്റു കാരണങ്ങളൊന്നും തേക്കേണ്ടതില്ല. ഇതെല്ലാമാണ് 3 ഡയമെൻഷനിൽ. ആദ്യ ഡയമെൻഷൻ മാത്രം പരിഗണിച്ചുകൊണ്ട് ഇവിടെ എല്ലാം ഭദ്രം എന്ന് CPM നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൗഢ്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ രാജു പി നായർ, CPM എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് പരാജയം സംഭവിച്ചാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാറുണ്ട്. മറുതന്ത്രം അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അത് കൊണ്ടുവരാറുമുണ്ട്. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്തുന്ന നിലപാട്, ശബരിമലയുമായി ബന്ധപ്പെട്ട് പുരോഗമന കാഴ്ചപ്പാടോടുകൂടി അന്ന് എടുത്തിരുന്ന നിലപാടുകൾ പിന്നീട് മാറ്റുന്നു. ഈ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടെടുത്തിരുന്ന നിലപാട്, വനിതാ മതിലടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് പിന്നാക്കം പോവുകയും അതിൽ നിന്നും അത് ശരിയായില്ല, അതുമൂലം വോട്ട് നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ പിന്നീട് മറ്റൊരു സമീപനത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ഇപ്പോൾ പുറത്തേക്ക് പറയുന്നതല്ല, അകത്ത് കൃത്യമായി അത് വിലയിരുത്തുകയും ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തന്ത്രങ്ങൾ ഉറപ്പായിട്ടും രാഷ്ട്രീയമായി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളിപ്പോൾ റഹീം വിമർശിക്കുന്ന പ്രകാരമാണെങ്കിൽ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞു, കുപ്പായം തയ്ച്ചിരിക്കുകയാണ് എന്ന മട്ടിൽ ആത്മവിശ്വാസത്തിലാണോ നിങ്ങളുള്ളത്? CPM-ന്റെ നീക്കങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കുക? അല്ല, ഓൺ എ ലൈറ്റർ നോട്ട്, റഹീമിന് തയ്യൽ പണിയാണോ അതാരെങ്കിലും കുപ്പായം അടിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയം എല്ലാ ഒരു പ്രസിഡൻസിനെ മറികടന്നുകൊണ്ട് പ്രതിപക്ഷം ഉള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിക്കുന്നതാണ്. ഇതിന്റെ എല്ലാം സിംറ്റംസ് ഉണ്ടായിരുന്നല്ലോ. അവിടെ എല്ലാം ലോക്കൽ ബോഡി ഇലക്ഷനിലുള്ള ബൈ ഇലക്ഷൻസ് ആണെങ്കിലും എല്ലാത്തിലും കോൺഗ്രസും UDFും വ്യക്തമായിട്ട് വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഈ കേരളത്തിനകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ്. നോക്കൂ, ഒരു ഭാഗത്തുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്തായിരുന്നു? ഇവിടെ ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഇസ്ലാമോഫോബിയയിലൂടെ ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന 2 പാർട്ടികളാണ് ഉണ്ടായിരുന്നത്, CPM-ഉം BJP-യും. അതായിരുന്നു ഇവരുടെ സോഷ്യൽ എനർജി. മറുവശത്തുണ്ടായത് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ മുനമ്പത്ത് വലിയ വിഷയമുണ്ടായപ്പോൾ ഏറ്റവും ആദ്യം നിലപാടെടുത്തത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശനാണ്. അവിടെ സമരം തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പ് അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാടെടുത്തത് VD സതീശനാണ്. ഞങ്ങൾ എന്താ ആവശ്യപ്പെട്ടത്? ആ ട്രൈബ്യൂണലിലെ കേസിൽ ഭൂമി കൊടുത്തവനും മേടിച്ചവനും വഖഫ് അല്ല എന്ന് പറയുമ്പോൾ വഖഫ് ആണെന്ന് നിർബന്ധം പറഞ്ഞത് വഖഫ് ബോർഡ് മാത്രമായിരുന്നു. ഒരു രാഷ്ട്രീയ തീരുമാനം കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് മാറ്റാവുന്ന തീരുമാനത്തെ മാറ്റാതെ അത് BJPക്ക് വേണ്ടിയിട്ടുള്ള ഇതായിട്ട് മാറി ഇല്ലേ? അങ്ങനെ ആ ഭാഗത്ത് ഇതെടുക്കുമ്പോൾ തന്നെ ക്രിസ്തീയ സമൂഹത്തിനകത്ത് ഇത്രമാത്രം ആക്സെപ്റ്റബിലിറ്റി കിട്ടിയ ഒരു കോൺഗ്രസ് നേതാവിനെ നിങ്ങൾക്ക് ഈ അടുത്ത് കാണിച്ചു തരാമോ?
വി.ഡി. സതീശൻ ചെന്നെത്താത്ത സഭകളില്ലാത്ത രീതിയിൽ, അത് അദ്ദേഹം പോയിട്ട് അവിടെ പോയി വോട്ടഭ്യർത്ഥിക്കാൻ പോകുന്നതല്ല, സഭകൾക്ക് സ്വീകാര്യനായ രീതിയിൽ അദ്ദേഹത്തെ എത്രയോ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തെ വിളിച്ച് സംസാരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. മുനമ്പത്ത് വിഷയം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ മുനമ്പത്തേക്ക് കൊണ്ടുവരാനും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ ഉൾപ്പെടെ കൊണ്ടുവരാനും ആ ക്രിസ്തീയ സമൂഹത്തിനകത്ത് അന്തഛിദ്രം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ അവരെ കൊണ്ടൊരു നിലപാടെടുപ്പിച്ചത് വി.ഡി. സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമല്ലേ? പക്ഷേ ശ്രീ രാജു, വെള്ളാപ്പള്ളിയെ പോലുള്ളവർ വർഗീയത വിളമ്പുന്ന സമയത്ത് നിങ്ങൾ അത് അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അതിനോട് ശക്തമായി പ്രതികരിക്കല്ല, അതിനെ അങ്ങ് അവഗണിച്ച് മുന്നോട്ട് പോകുക എന്നൊരു തന്ത്രമാണ് എടുത്തത്. പറയാനും നിന്നിട്ടില്ല. അതിശക്തമായ പ്രതികരണങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു. സ്മൃതി, അത് തെറ്റാണ്. വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞോ നികൃഷ്ടജീവി എന്ന് വിളിച്ചോ ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല എന്നല്ല ശരിയാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വർഗീയവാദിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മറുപടി അത് കേരളം ചർച്ച ചെയ്തതുമാണ്. അദ്ദേഹം പറയുന്നതിൽ ശ്രീനാരായണ ദർശനങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനപ്പുറം SNDPയുടെ ജനറൽ സെക്രട്ടറി പറയുന്ന വർഗീയതയ്ക്ക് ഒരു മറുപടി പറയാവോ? ഞങ്ങൾ അദ്ദേഹത്തെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങൾ അദ്ദേഹത്തെ മറ്റെന്തെങ്കിലും പള്ളു പറഞ്ഞിട്ട് എന്താ കാര്യം? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ശ്രീനാരായണ ദർശനങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ സാധാരണ ശ്രീനാരായണ ശ്രദ്ധിക്കില്ലേ? സാധാരണ ശ്രീനാരായണ ശ്രദ്ധിച്ചതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇതേപോലെ തന്നെ നോക്കൂ, SNDP വെള്ളാപ്പള്ളി നടേശനും വി.ഡി. സതീശനും തമ്മിലുള്ള വാക്പോര് നിങ്ങൾ കണ്ടതല്ലേ? അതേ സമയത്ത് തൃപ്പൂണിത്തുറ, എന്റെ നാട് തൃപ്പൂണിത്തുറ SNDP യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത് വി.ഡി. സതീശനെയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ മുഴുവൻ വി.ഡി. സതീശന്റെ സാന്നിധ്യമാണ് ആഗ്രഹിച്ചത്. ശരി, അപ്പോൾ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായിരുന്ന എല്ലാ സമുദായ നേതാക്കൾ എന്ന രൂപത്തിലേക്കാണോ പോകുന്നത്? ജനങ്ങൾ ആകത്തുകയെ ജനങ്ങളെ കാണുക എന്ന രീതിയിലേക്കാണോ? അങ്ങ് പറഞ്ഞതുപോലെ ഓരോ വിഭാഗത്തിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ ശ്രമം, ചിലരുടെ ശ്രമം പരാജയപ്പെടുന്നു, ചിലരുടെ ശ്രമം വിജയിക്കുന്നു എന്ന രൂപത്തിൽ കാണേണ്ടി വരും. അതിൽ വളരെ കൃത്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായത് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയതയെ പ്രോത്സാഹിച്ചപ്പോൾ ഞങ്ങൾ ആ വർഗീയതയെ എതിർത്ത് ശ്രീനാരായണന്റെ കൂടെ ഞങ്ങൾ നിന്നു. ശരി, ഇവിടുത്തെ തീവ്ര ക്രിസ്ത്യൻ സംഘടനകളായിട്ടുള്ള കാസ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുനമ്പത്ത് വലിയ രീതിയിൽ വർഗീയത ഉണ്ടാക്കി ഇസ്ലാമോഫോബിയ കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ സാധാരണ ക്രിസ്ത്യൻ സമൂഹത്തിനൊപ്പം നിന്നു. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തെ ഇവർ ഒരു ഭീകരവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ മുസ്ലിം വിഭാഗത്തിന്റെ ഏറ്റവും കോർ ഐഡിയാസിൽ അവരുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ നിന്നു. ഇതല്ലേ ഈ സമുദായ ഐക്യം, ഇത്തരത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ലേ സോഷ്യൽ എഞ്ചിനീയറിംഗ്? ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് അതല്ല, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കി ആ വൈരുദ്ധ്യങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച രണ്ട് പാർട്ടിയാണ് ഇപ്പൊ പരാജയപ്പെട്ടിരിക്കുന്നത്. BJPയുടെ അതേ രാഷ്ട്രീയം CPM പോരാടിയതിന്റെ അവസ്ഥയാണ് ഉണ്ടായത്. ശ്രീ റഹീം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാനൊന്ന് ചുരുക്കി പറയാമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞു പോയിക്കോട്ടെ. ഒന്ന് വളരെ തിരിച്ചു പറയാം. അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കും SDPക്കും കോൺഗ്രസ് ലെജിറ്റിമസി കൊടുത്തു എന്നാണ്. എന്നാണ് കോൺഗ്രസ് ലെജിറ്റിമസി കൊടുത്തു? ഈ ഇരട്ടാപ്പ് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. കഴിഞ്ഞ 30 വർഷക്കാലത്തോളം ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയും അവർക്ക് വേണ്ടി പ്രസംഗിച്ചും വാർത്താ സമ്മേളനവും കൊടുത്തത് ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഇരിക്കുന്ന സമയത്ത് പിണറായി വിജയനാണ്. എന്ന് മാത്രമല്ല, അബ്ദുൽ നാസർ മദനിയുടെ PDPയെ ഇന്നും കൂടെ നിർത്തുന്നവരാണ്. 2009 കാത്തിരുന്നത് കോൺഗ്രസ് അല്ല, പിണറായി വിജയനാണ് വേദിയിൽ എന്ന് മറക്കരുത്. മറുവശത്ത് എന്താ, സംഘപരിവാറിന്റെ ഈ പറയുന്ന രാഷ്ട്രീയത്തെ മുഴുവൻ പിന്തുണച്ചില്ലേ? അജിത് കുമാർ പോയിട്ട് RSS വർഗീയവാദികളായിട്ടുള്ള RSSന്റെ 2 നേതാക്കന്മാരെ ADGP പോയി കണ്ടത് ഒരു വിഷയമല്ല എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്? കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ശോഭാ സുരേന്ദ്രൻ കേരളത്തിന്റെ പോലീസിനകത്ത് 60% BJPക്ക് സ്വാധീനമുണ്ടെന്ന് പറയുന്നിടത്തേക്ക് എത്തിച്ചവിടെയാ. ആനി രാജയ്ക്ക് എങ്ങനെ പരാതി ഉണ്ടായി? ആ രീതിയിലേക്ക് കൊണ്ടുവന്നതല്ലേ നിർമ്മലാ സീതാരാമനെ പോയി കണ്ടു, കേരളത്തിന്റെ ഗവർണർ. ശരി, അങ്ങ് പറഞ്ഞതാണ് ഗുരുവിനെ കേരളത്തിന്റെ ഗവർണർ കൂടെ ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ കേരളത്തിന്റെ ഏത് വിഷയമാണ് പിണറായി വിജയൻ ആ യോഗത്തിൽ ഉയർത്തിയത് നമുക്കറിയാമോ? ഏത് വിഷയമാണ്? നമുക്കറിയാൻ അവകാശമില്ല. കേരളത്തിന്റെ ഏത് വിഷയമാണ് കേന്ദ്ര ധനകാര്യയുടെ മന്ത്രിയുടെ മുൻപിൽ ഉയർത്തിയത്? അതിനെന്തായിരുന്നു മറുപടി? അഴിമതി മറച്ചുവെക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ സെറ്റിൽമെന്റ് നടത്തി. ശരി, ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി, പുതുതലമുറയ്ക്ക് വഴികാട്ടി എന്നായിരുന്നു ആ സ്വീകരണത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. തിരിച്ചെത്താം. ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തു നിന്നും അകലുന്ന അനുഭവമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലയളവിലാണ് ഇതുണ്ടായിട്ടുള്ളത്.
ഇടത് ഹിന്ദുത്വയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ജനങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയുന്നത്? അതിന് നമ്മുടെ എന്തെങ്കിലും വീഴ്ചകൾ നിമിത്തങ്ങളായിട്ടുണ്ടോ? അതിലൊരു സ്വയം വിമർശനമുണ്ട്. ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഈ പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ നടത്തിയത് എന്തിനാണ് എന്നൊരു സംശയം വേണമെങ്കിൽ അത് വായിക്കുന്നവർക്ക് തോന്നാം. ന്യൂനപക്ഷം അകന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി അദ്ദേഹം വിളിച്ചു പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി ആരും അകന്നിട്ടില്ല എന്ന് പറയുന്നത്? ശ്രീ തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണത്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് എന്നോട് ചോദിച്ചാൽ ഇപ്പോഴത്തെ ആ ചർച്ചയെ അങ്ങനെ വഴിതിരിച്ചു വിടുന്നത് ശരിയുമല്ല. ഞങ്ങളുടെ പാർട്ടി അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന സെക്രട്ടേറിയറ്റ് തന്നെയാണെന്ന് കൂടി വളരെ കൃത്യമായി കാര്യങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഇതിലേക്കെടുത്ത് അത് വഴി മാറ്റിയെടുക്കണ്ട. എനിക്ക് ഇവിടെ ശ്രീ രാജു പി നായരും നിങ്ങളും ഒക്കെ പൊതുവിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളിങ്ങനെ ഈ ഒരു BJP അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായ സമീപനമെടുത്തു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ നിലപാടുകളുടെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായത് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ് BJPക്ക് ഉണ്ടായത് എന്ന് വസ്തുതാവിരുദ്ധമായി BJPയെ പ്രശംസിച്ചുകൊണ്ട് ആഹ്ലാദഭരിതനായി രംഗത്ത് വന്നയാൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശ്രീ ശശി തരൂർ. ഞാൻ ചോദിക്കുന്നു, ആ ശശി തരൂരിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് കോൺഗ്രസ് എന്തുകൊണ്ട് ഇത് ഡോക്ടർ തോമസ് ഐസക്കിനെ CPI പുറത്താക്കിയിട്ടുണ്ടോ? 40-ലധികം സീറ്റുകളിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ CPI പുറത്താക്കിയ ആളാണോ? ഇല്ല. തോമസ് ഐസക്കിനെ ആര് തള്ളി പറഞ്ഞു? തോമസ് ഐസക്കിനെ ആര് തള്ളി പറഞ്ഞു? തോമസ് ഐസക്കിനെ ആര് തള്ളി പറഞ്ഞു? തോമസ് ഐസക്കിന്റെ വ്യക്തിപരമായ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണല്ലോ തരുൺ. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ പറയരുത്. തോമസ് അത് രണ്ടാണ്. അങ്ങനെയല്ല അങ്ങ് കേൾക്കണം. തോമസ് ഐസക് സാഹിബിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഏതെങ്കിലും ഒരു വിജയത്തിൽ CPIM പരാജയപ്പെട്ടപ്പോഴോ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോഴോ BJPയുടെ വിജയത്തിൽ ആഹ്ലാദഭരിതമായതല്ല. രണ്ടാണ്. ആ വരികളിൽ അദ്ദേഹം ഉപയോഗിച്ച ആ ടെർമിനോളജിയെ കുറിച്ച് എന്താണ് അതാണ് പറഞ്ഞത്. അദ്ദേഹത്തോട് ചോദിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്, ഞാൻ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം എന്തെങ്കിലും വേറെ എന്തെങ്കിലും അരുതാത്ത എന്തെങ്കിലും പറഞ്ഞോ? പാർട്ടി വിരുദ്ധമായതോ പാർട്ടിയുടെ പൊതുവായ താല്പര്യത്തിന് വിരുദ്ധമായോ BJPയെ പ്രശംസിച്ചുകൊണ്ടോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളിയെ പ്രശംസിച്ചുകൊണ്ടോ സഖാവ് തോമസ് ഐസക്ക് എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ നിങ്ങൾക്കൊരു കേസില്ല, ഞങ്ങൾക്കും ഇല്ല. പിന്നെ അത് തമ്മിൽ കൂട്ടിക്കൊഴിക്കുന്നതിനാ? വളരെ ക്ലിയർ കട്ടായി. ഒന്നാമത്തെ കാര്യം നമ്മൾ ചോദിച്ചത് അദ്ദേഹം സമ്മതിക്കുന്നു, ന്യൂനപക്ഷ വോട്ട് ചോർന്നു എന്ന് സമ്മതിക്കുന്നു. അദ്ദേഹം സമ്മതിച്ചു എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല സ്മൃതി അല്ല, ഇങ്ങനെ ഇടയിൽ കയറി ഇടപെടുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ അവർ സംസാരിച്ചു കഴിഞ്ഞ അത്രയും കാര്യങ്ങൾക്ക് ഞാൻ മാത്രമാണ് മറുപടി പറയാനുള്ളത്. ഈ പാനലിലുള്ള ബാക്കി എല്ലാവരും അങ്ങയുടെ ചോദ്യം കൂടി ചേർക്കുമ്പോൾ മതിയായ സമയം എനിക്ക് തരണം. ഇല്ലാതെ അങ്ങക്ക് ഈ ചർച്ചയിൽ ഇടപെടുന്നൊരു ടെൻഡൻസി അങ്ങക്ക് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. നിങ്ങൾ തന്നെ ബാക്കി പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഒഴിഞ്ഞു മാറിപ്പോകണമെങ്കിലും പൊയ്ക്കോളാം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ത് വേണമെന്ന് സ്മൃതി പറയൂ, പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യും. എന്താ റഹീം, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചർച്ച നടത്താൻ? എത്ര കാലം നമ്മൾ ചർച്ച നടത്താനിരിക്കുന്നു? എത്ര കാലമായി? ഒരു ഡിബേറ്റ് അല്ലേ, ഇടയ്ക്ക് ചോദ്യം ഉണ്ടാവില്ലേ? അല്ല സ്മൃതിയുടെ രീതിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ശരി, അപ്പൊ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോകും, അങ്ങനെയാണോ ഡിബേറ്റ്? അല്ലല്ലോ, അങ്ങും ഇരിക്കാറുണ്ടായിരുന്നല്ലേ? അല്ല, ബാക്കിയുള്ളവരൊക്കെ നടന്ന ഡിബേറ്റ് കണ്ട് സ്മൃതി പഠിച്ചാൽ മതി എങ്ങനെയാണ് നടത്തേണ്ടത്. എനിക്ക് റഹീം ബാക്കിയുള്ളവരെ കണ്ടോളൂ, എനിക്ക് അത് കാണേണ്ട ആവശ്യമില്ല. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സമയം തരില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് സമയം കളയുന്നത്? അങ്ങ് പറയൂ. ഇടയിൽ ഇടപെടരുത്. നിങ്ങൾ ചോദിച്ച ചോദ്യം, ഒരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിനോട് പ്രതികരിക്കാനുള്ള മിനിമം സമയം തരണം. ഈ മറ്റ് പാനലിസ്റ്റുകൾ ആരും അവരെല്ലാം ഓരോ പാർട്ടി കോൺഗ്രസ് പ്രതിനിധീകരിച്ച് രാജു പി നായർ ഇങ്ങനെ അസഹിഷ്ണുതയാവുന്നില്ലല്ലോ. സ്മൃതി എന്തിനാ അസഹിഷ്ണുതയാവുന്നത്? രാജു പി നായരോടും ഇടയ്ക്ക് ചോദിച്ചിരുന്നു. അസഹിഷ്ണുതയാവേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അസ്വസ്ഥതയൊന്നുമില്ല. എന്തൊരു താരതമ്യമാണെന്ന് അല്ല, നിങ്ങൾ കേൾക്ക്. എന്നോട് സ്മൃതി മനസ്സിലാക്കേണ്ടത്, എനിക്കിങ്ങനെ കുറിച്ചുവിടാൻ താല്പര്യമില്ല. നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് പറയാനാണ്. അങ്ങേക്ക് തരൂരിനെതിരെയാണെങ്കിൽ അങ്ങ് പറയൂ. ഇവിടെ ശ്രീ ശശി തരൂർ എടുത്ത നിലപാടെന്താണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിജയത്തിൽ ആഹ്ലാദഭരിതനായി ട്വീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് നേതാവ് ട്വീറ്റ് ചെയ്യുകയാണ് BJP ഗംഭീരമായ വിജയം നേടിയെന്ന്. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന വിജയം, ആ സ്ഥലം MP കൂടിയായ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ ശ്രീ ശശി തരൂർ
ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തത്? എന്ത് വിജയമാണ്, ആരുടെ വിജയമാണ് അവിടെ പ്രതീക്ഷിച്ചിരുന്നത്? 42 വാർഡുകളിൽ BJPക്ക് സഹായകരമാം വിധം കോൺഗ്രസ് പ്രവർത്തിച്ചു. അതിന് തെളിവാണെന്ന് പ്രാഥമികമായ വിവരങ്ങൾ വെച്ച് ശ്രീ ഗോവിന്ദൻ മാഷ് പുറത്തുവിട്ടത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 42 സീറ്റുകളിൽ വളരെ തുച്ഛമായ വോട്ട് മാത്രം കോൺഗ്രസ് പിടിക്കുന്നു. അപ്പോൾ കോൺഗ്രസും BJPയും തമ്മിൽ, ഇനി കോൺഗ്രസും ഞങ്ങളും തമ്മിൽ ഫേസ് ഓഫ് ചെയ്ത സ്ഥലങ്ങളിൽ ടോട്ടൽ സ്കോർ ബോർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ കൂടുതൽ ജയിച്ചു വരാതിരിക്കാൻ വേണ്ടി BJPക്ക് ഒരു വിജയ സാധ്യതയുമില്ലാത്ത സ്ഥലത്ത് കോൺഗ്രസും BJPയും ചേർന്ന് പരസ്പരം പങ്കുവയ്ക്കുന്നു. BJP കോൺഗ്രസിനെ സഹായിക്കുന്നു. ഇങ്ങനെ പരസ്പരം ചെയ്തു എന്നുള്ളത് വളരെ വിസിബിൾ ആവുകയും ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അത് പൊതുജന മധ്യത്തിൽ പരസ്യമായി പറയുകയും ചെയ്തതിനു ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ എന്നിട്ട് പറയുകയാണ് BJPയെ സഹായിക്കുന്ന നിലപാട് ഞങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായ നിലപാട്. മുസ്ലിം വിരുദ്ധതയുടെ അട്ടിപ്പേർ അവകാശം പേറുന്ന മുസ്ലിം വിരുദ്ധതയുടെ പോസ്റ്റർ ബോയിയായ BJPയെ 42 വാർഡുകളിൽ സഹായിച്ച കൈപ്പത്തിക്കാരെ, കോൺഗ്രസുകാരെ എങ്ങനെയാണ്, ആർക്കാണ് വിശുദ്ധരാക്കാൻ പറ്റുക? അതിന്റെ പിന്നാലെ പറയട്ടെ, ഞാൻ 42 BJP ഒന്നാമതെത്തി. അവിടങ്ങളിലൊക്കെ മൂന്നാമതാണ് കോൺഗ്രസ് എത്തിയത്. അത് കോൺഗ്രസ് BJPയെ സഹായിച്ചത് കൊണ്ടാണെന്ന് എങ്ങനെയാണത് അങ്ങൊന്ന് വിശദീകരിക്കാമോ? അല്ല, അത് വിശദീകരിക്കാൻ വേറെന്താ? അവിടെ കോൺഗ്രസിന് വളരെ തുച്ഛമായ വോട്ട്, 500-ൽ താഴെ, 1000-ൽ താഴെ വോട്ടല്ലേ കോൺഗ്രസ് അപകടകരമായ വിധം കോൺഗ്രസിന്റെ വോട്ട് ഷെയർ അവിടെ കുറയുന്നു. വോട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ വോട്ട് കുറഞ്ഞ സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് ഗണ്യമായി കുറയുന്നു. നിങ്ങൾക്കും അങ്ങനെ ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ ഇതിന് അസ്വസ്ഥരാവുന്നത് ഇല്ലാന്നേ. നിങ്ങൾ എങ്കിൽ പറ, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ സ്മൃതിയുടെ കയ്യിൽ ആ കണക്കുണ്ടെങ്കിൽ സ്മൃതി പറ. സ്മൃതിയെ വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് ചോദ്യം ചോദിക്കരുത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് കോൺഗ്രസിനെതിരെ, BJPക്കെതിരെ ശക്തമായൊരു ആരോപണം ഉന്നയിക്കുകയാണ്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ സ്ഥലം MP വളരെ സന്തോഷഭരിതനാവുകയാണ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ട കാര്യമുണ്ട്. ഇത് അതല്ലേ അവിടെ യഥാർത്ഥ പ്രശ്നം. പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ സംസാരിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞു, ശ്രീ രാജു P. നായർ പറഞ്ഞു, നിങ്ങൾ എന്ത് നരേഷനാണ്? RSSനെതിരെ സംസാരിച്ചാൽ അത് ഹിന്ദു വിരുദ്ധാവോ? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ സംസാരിച്ചാൽ അതെങ്ങനെയാണ് മുസ്ലിം വിരുദ്ധാവുക? ഒരു വശത്ത് ഞങ്ങൾ മുസ്ലിം വിരുദ്ധമാണെന്ന നരേഷൻ സൃഷ്ടിക്കുന്നു, അതേപോലെ തന്നെ മറുവശത്ത് ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണ് എന്ന നരേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അത് ശ്രമിക്കുന്നത് RS ആണെങ്കിൽ മറുവശത്ത് ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് രണ്ടിനെയും അതിജീവിച്ചാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ തിരഞ്ഞെടുപ്പിലുടനീളം ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് ക്ഷേമവും വികസനവും ഇനിയും നടപ്പിലാക്കാൻ പോകുന്ന നവകേരളത്തെക്കുറിച്ചുമാണ്. എന്നാൽ അവർ പറയാൻ ശ്രമിച്ചത് പൂർണ്ണമായും വിശ്വാസമാണ്. കോൺഗ്രസിൻ്റെ പാട്ട് ഈ പറയുന്ന സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ട്, ഒരു പാരഡി പാട്ടാണ്. നിങ്ങൾ നോക്കൂ, അതിലാണ് അവർ ഊന്നിയത്. മൈക്ക് അനൗൺസ്മെൻറ്റുകളിൽ പോലും ശരണം വിളി മന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അവിടെ ഈ പറയുന്ന സ്വർണ്ണപ്പാളി വിഭാഗത്തിലാകട്ടെ ഇടതുപക്ഷ ഓരോ കാര്യം ജനങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല ഭരിച്ചിരുന്നത് എങ്കിൽ ഇത്തരമൊരു സന്ദർഭം കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഉണ്ടായി എന്നിരിക്കട്ടെ. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇത്തരത്തിലൊരു ഫെയർ എൻക്വയറി നടക്കോ? കേരളത്തിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയത്തിൽ CPM എടുത്തൊരു നിലപാടുണ്ട്, ഗവൺമെൻറ് എടുത്തൊരു നിലപാടുണ്ട്. ഗവൺമെൻറ് ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ നിമിഷം വരെ SITയുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി SITയുടെ അന്വേഷണത്തിൽ ഒരല്പമെങ്കിലും പക്ഷപാതിത്വമുണ്ടെന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല, ഒരു സംശയം പോലും ഉന്നയിച്ചിട്ടില്ല. SITയെ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന SITയെ പൂർണ്ണമായി, ഈ ഗവൺമെന്റ് കീഴിലുള്ള SITയെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതുപോലൊരു കാര്യം UDFന്റെ ഭരണകാലത്താണ് പ്രതീക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ഞങ്ങൾ നടത്തിയ വികസനത്തെക്കുറിച്ചോ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന മുന്നോട്ട് വെച്ച വികസന പദ്ധതികളെക്കുറിച്ചോ കോൺഗ്രസിന് ഒരു അഭിപ്രായവും പറയാനില്ലാതെ വരുമ്പോൾ കോൺഗ്രസ് ഉയർന്നു കിട്ടിയ, കയ്യിൽ കിട്ടിയ ഒരു കാര്യത്തെയാണ് ഇന്നെടുത്ത സമീപനം. എന്താ? ഇന്ന് പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ നോക്കൂ, കേരളം മഹാമോശമാണ്. പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് കോൺഗ്രസിന്റെ MP-മാർ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പാട്ടുപാടാണ്. ഈ പാട്ട് പാർലമെന്റിന്റെ മുമ്പിൽ കേരളം മഹാക്കുഴപ്പമാണെന്നും കേരളത്തിൽ രാജ്യത്തിന്റെ മുമ്പിൽ ഒരു കേരളത്തിനെതിരായ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നത് സാധാരണ BJPയാണ്. ഇപ്പോൾ ആ BJPയുടെ ചുവട് പിടിച്ച് പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് ഇവർ പാട്ടുപാടാണ്. എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? സെൻട്രൽ ഏജൻസി വരണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഏജൻസി എന്ന കാഴ്ചപ്പാടിനോട് സെൻട്രൽ ഏജൻസികളെ എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കാൻ തുടങ്ങിയത്?
ഈ കേരളത്തിൽ മാത്രം വരുമ്പോൾ സെൻട്രൽ ഏജൻസികൾ അവർക്ക് വലിയ വിശ്വാസമാണ്. അതെങ്ങനെയാണ് സെൻട്രൽ ഏജൻസിയെ കേരളത്തിൽ മാത്രം വിശ്വസിക്കുക? അപ്പൊ എന്ത് ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് എടുക്കുന്നത്? എന്ത് പൊളിറ്റിക്കൽ ക്ലാരിറ്റിയിലാണ് നിങ്ങൾ ആ നിലപാടെടുക്കുന്നത്? ഞങ്ങൾ ഫെയറായ എൻക്വയറി നടത്തുന്നു, അത് ഹൈക്കോടതി മേൽനോട്ടം നടത്തുന്നു. അതുപോലെ തന്നെ ഓരോ വിഷയവും എടുക്കുക. നിങ്ങൾ പറഞ്ഞു മുനമ്പത്തിന്റെ കാര്യം പറഞ്ഞു. മുനമ്പത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ വർഗീയ വിഭജനത്തിനല്ലേ ശ്രമിച്ചത്? ആ സമയത്ത് ഞങ്ങളെടുത്ത നിലപാടെന്താ? പോട്ടെ, വിഴിഞ്ഞം ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെടുത്ത നിലപാടെന്താ? അന്നത്തെ KPC അധ്യക്ഷൻ വിഴിഞ്ഞത്തിന്റെ പ്രശ്നം എത്തിയപ്പോഴേക്കും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ നിങ്ങളെടുത്ത നിലപാടെന്താ? വിഴിഞ്ഞം വികസനത്തിന്റെ കാര്യത്തിൽ അന്നവിടെ തീരദേശവാസികൾ സമരത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളതിനെ വേറൊരു തരത്തിൽ വോട്ട് ബാങ്കാക്കി ഉപയോഗിക്കാൻ പറ്റുമോ നോക്കിയവരാണ് നിങ്ങൾ. ഇനി പോട്ടെ, ഈ പറയുന്ന മുനമ്പത്തിന്റെ കാര്യം എടുക്ക്. നിങ്ങളെടുത്ത സമീപനമാണോ? വളരെ അവധാനതകളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ വളരെ കൃത്യമായി നീതി അവിടെ ഡെലിവറി ചെയ്യപ്പെട്ടു, നീതി നിർവഹണം നടന്നു. ഇടതുപക്ഷമല്ല നിങ്ങളുടെ കാലത്താണെങ്കിൽ ഇത് നടക്കോ? ഇല്ലല്ലോ. ഇനി നിങ്ങൾ ഏത് കാര്യത്തിലാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുഖപ്രസംഗം എഴുതിയ ഘട്ടം ഏതാണ്? അത് ഒരു ഗ്ലോബൽ ഇഷ്യൂവിൽ അവർ അമേരിക്ക വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് അവർ സ്വീകരിച്ച സന്ദർഭത്തിലാണ് ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചത്. നിങ്ങൾ ഒരു ഘട്ടത്തിൽ നിങ്ങളിപ്പോൾ ഇത് പറയുന്നു, മറുവശത്ത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ നിങ്ങൾ അവരെ പിന്തുണച്ചവരല്ലേ? നിങ്ങളുടെ സഹായത്തിലല്ലേ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്? കേരളത്തിൽ എവിടെയെങ്കിലും മുസ്ലിം വേട്ട നടന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാകുമോ? കേരളത്തിൽ എത്രയോ എങ്ങനെ പരാജയപ്പെട്ടു എന്നതായിരുന്നു ചോദ്യം. നിങ്ങൾ ഈ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനം തള്ളിക്കളഞ്ഞു എന്നതാണ് ജനവിധി. അതായിരുന്നുള്ളൂ നമ്മുടെ ചർച്ച. ചുരുങ്ങിയ സമയത്തിൽ ശ്രീ രാജു പി നായർ അങ്ങ് മറുപടി പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അല്ല, അങ്ങ് ഞാൻ ഇനി ഇടപെടലേ. ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് പാലസ്തീൻ ഐക്യദാർഢ്യം ഉൾപ്പെടെ അതിനകത്ത് മുസ്ലിങ്ങൾ നടത്തിയിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഇടത് ഹിന്ദുത്വ ആഖ്യാനത്തിന്റെ ബേസും കൂടിയായിട്ട് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുമ്പോൾ CPM എന്ന് പുറത്താക്കിയ പോലെ പറയുന്നത്. ശശി തരൂർ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ കോർപ്പറേഷനിൽ BJP ജയിച്ചപ്പോൾ അഭിനന്ദിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ നരേന്ദ്രമോദി ജയിച്ചപ്പോൾ അനുവദിച്ചില്ലേ? ഇവിടെ വി മുരളീധരൻ ജയിച്ചപ്പോൾ പിണറായി വിജയൻ അഭിനന്ദിച്ചില്ലേ? ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്നു കേന്ദ്രമന്ത്രിക്ക് അത്താഴം കൊടുത്തത് ആരാ? പിണറായി വിജയനല്ലേ? അൽഫോൺസ് BJPക്കാരന് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്ന് അത്താഴം കൊടുത്തില്ലേ? ഉണ്ടല്ലേ? ഞാൻ വാർത്ത പറഞ്ഞുതരാം, ഞാൻ വാർത്ത അയച്ചുതരാം. കൊണ്ടുവന്ന കൊടുത്തില്ലേ? അതല്ലേ ഇവരുടെ. അപ്പൊ പിന്നെ ആരായിരുന്നു പാലം? ഒരു മിനിറ്റ് ബഷീർ റഹീം, അങ്ങ് മാന്യത കാണിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. കേരളത്തിലും ഈ പറയുന്ന കേരളത്തിനും കേന്ദ്രത്തിനും ഇടയ്ക്ക് പാലമായിരുന്നു എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവിനെ അല്ലല്ലോ, ജോൺ ബിട്ടാസിനെ അല്ലേ? എന്തിനാ നമ്മളുടെ നമ്മുടെ നികുതി പണം എടുത്ത് തോമസ് മാഷിനെ അവിടെ ഇരുത്തിയപ്പോ ജോൺ ബിട്ടാസിന് എന്തായിരുന്നു പുതിയ രാഷ്ട്രീയ നിയോഗം? നിങ്ങളുടെ മന്ത്രിയല്ലേ പറഞ്ഞത് രാഷ്ട്രീയ നിയോഗം CPM കൊടുത്ത രാഷ്ട്രീയ നിയോഗമാണ്. അപ്പോ നിങ്ങൾ പാലങ്ങൾ ഉണ്ടാക്കുകയും പാലം പണിയൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ചോദിച്ചു ഈ ഇതുണ്ടെങ്കിൽ എന്താ മുനമ്പം പ്രശ്നം നിങ്ങളുടെ പരിഹരിക്കോ? ഞങ്ങൾ പരിഹരിക്കുമായിരുന്നു. വഖഫ് ട്രൈബ്യൂണലിൽ പോയിട്ട് വഖഫ് ബോർഡ് പറയുന്നു ഇത് വഖഫാണെന്ന ക്ലെയിം ഇല്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. അതിനു പകരം അനന്തമായ ഈ വ്യവഹാരങ്ങളിലേക്ക് തള്ളിവിട്ടത് നിങ്ങളുടെ നിലപാടല്ലേ? ഞങ്ങൾ പറഞ്ഞതല്ലേ അവസാനം ഒരുമിച്ച് അല്ല, ഞാൻ ഇനി സമയമില്ലാത്തോണ്ടാ ഇനി അതിന് സമയമില്ലാത്തോണ്ടാ. അപ്പം അത്തരത്തിൽ ശരി, സമയമുണ്ടെങ്കിൽ തട്ടത്തിന്റെ പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാട് കൂടി പറയാമോ? സമയമുണ്ടെങ്കിൽ ശരി, ശ്രീ രാജു പി നായർ പറഞ്ഞോളൂ. ഏത് തട്ടത്തിന്റെ പ്രശ്നം? സ്കൂളിലെ തട്ടത്തിന്റെ പ്രശ്നത്തിൽ പറയാമോ? ഞാൻ പറയില്ലേ, ഇത് തന്നെയാണ് വർഗീയത കത്തിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്ത നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങളെടുത്ത നിലപാടൊക്കെ വളരെ കൃത്യമാണ്. നോക്കൂ, ഇപ്പോ ഈ കേരളത്തിൽ മുഴുവൻ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ശ്രമങ്ങളാണ്. ഈ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത് മുഴുവൻ. റഹീം, തട്ടത്തിന്റെ വിഷയത്തിൽ ആ സിസ്റ്ററുടെയും അവിടുത്തെ മറ്റൊരു PTA പ്രസിഡന്റിന്റെയും നിയമ നടപടി നേരിടുന്ന ആളാണ് ഞാൻ. റഹീം, കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് സംസാരിക്കും. അവരുടെ സിസ്റ്റർ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് എനിക്കാണ്, നിങ്ങൾക്കല്ല. മിണ്ടാതിരിക്കും, മനസ്സിലായില്ലേ? വെറുതെ എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത പറയിപ്പിക്കരുത്. പിന്നെ ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചതും ആ ആഖ്യാനങ്ങളെ മാറ്റുന്നതും എല്ലാം ഇവർ കഴിഞ്ഞ എത്ര തെരഞ്ഞെടുപ്പിൽ ഇവർ SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് പറഞ്ഞത്? പാലക്കാട്, പുതുപ്പള്ളി, തൃക്കാക്കര, നിലമ്പൂര്, ഇതെല്ലാം പറഞ്ഞതല്ലേ? ഈ തരിച്ചടിയൊന്നും കിട്ടിയിട്ട് ഇനിയും ആ മതസമൂഹത്തെ ഭീകരവാദികളായി ചിത്രീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് 10 വർഷമായിട്ട് എന്തുകൊണ്ടാണ് ഹിന്ദുത്വ തീവ്രവാദികൾ നിങ്ങളുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ വരുന്നു നിങ്ങൾക്ക് പരാതിയില്ലാത്തത്? പകരം നിങ്ങളുടെ ആൾക്കാർ പോയിട്ട് RSSനെ കാണുമ്പോൾ അത് പ്രശ്നമല്ലാതെ ആവുന്നതും എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെ തലയിൽ വെച്ചുള്ള ഈ നിമിഷവും വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയാൻ തയ്യാറല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് BJPയുടെ മോഡലാണ്.
BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മോഡലാണ് കേരളത്തിൽ CPM നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മോഡൽ ഞങ്ങൾ ജവഹർലാൽ നെഹ്റുവിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അതാണ് ഞാൻ നേരത്തെ ശരി, സമയം ഒരുപാട് കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ A. റഹീം, രാജു പി നായർ, ഡോക്ടർ മോഹൻ വർഗീസ്. വളരെ നന്ദി ശ്രീ NP ചെക്കുട്ടി. കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.